നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് KTPIയെ കുറിച്ച് നിങ്ങൾ നേരത്തെ അറിയുമായിരിക്കും. ഈ ഇനാഗുറൽ മീറ്റിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാർക്ക് KTPIയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് ഞാൻ പറയാം. KTPI എന്ന് പറയുന്നത് കേരള തിയററ്റിക്കൽ ഫിസിക്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സയൻസിലുള്ള റിസർച്ച്, പ്രത്യേകിച്ചും തിയററ്റിക്കൽ ഫിസിക്സിലുള്ള റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ തിയററ്റിക്കൽ ഫിസിക്സിലുള്ള റിസർച്ചിലേക്ക് കൊണ്ടുവരാനും അവരെ ട്രെയിൻ ചെയ്യിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഈ KTPI എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇനാഗുറൽ ഇവന്റ് ഉണ്ടായിരുന്നു, അതിൽ 2 ടോക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു KTPIയുടെ ഒരു MSc സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ്, അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പലരും അതിൽ എന്താ പറയുക ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊരു പല പരിപാടികൾ ഈ ഒരു KTPIയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു അവസരത്തിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ MSc പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടിയപ്പോൾ അതിൽ പലതിലും CV അതുപോലെ തന്നെ റിസർച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻസിൽ. അപ്പോൾ പലപ്പോഴും പലരുടെയും CV എന്ന് പറയുന്നത് അവർക്ക് എന്താണ് എഴുതേണ്ടത് എന്നുള്ളതിൽ അവ്യക്തത ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു CV-യും അതുപോലെ തന്നെ ഇമെയിൽസും റിസർച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടോക്ക് സംഘടിപ്പിക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോക്കിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോക്കിലേക്ക് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സ്പീക്കറായിട്ടുള്ളത് ശശിദേവൻ സാറാണ്. നമ്മുടെ കുസാറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജിൽമിയെ സ്വാഗതം ചെയ്യുന്നു. ജിൽമി, പ്ലീസ്. Okay, Ridul, am I audible? Yes. Yeah, okay. Good morning all. It's my pleasure to introduce the resource person of the day. Dr. V. Sasidevan completed his master's degree in physics from Kochi University of Science and Technology in 2007, and he received PhD from Tata Institute of Fundamental Research, TIFR, Mumbai in 2014. He was a postdoctoral fellow at the Institute of Mathematical Sciences, Chennai during 2013-16 and at Frankfurt Institute of Advanced Studies, Germany during 2016-17. His research interests include statistical physics of complex systems, interdisciplinary applications of statistical physics in socio-economic systems, complex networks, and game theory. He has more than 15 notable publications in reputed journals. He is apt for delivering a talk on how to write or not to write CV, emails, and other things. Let me invite Dr. V. Sasidevan for delivering the talk. Sir, please. Hi, thank you, Jilmi. Okay. And I hope it's full screen now and everything is fine. So really a bit sorry that I was traveling and I happened to be in a place where the electricity is gone for the past 24 hours. But I hope I can manage. Right now there is no problem, but just let me know, okay, in between if there is some problem with the connection. Okay. Okay, so thanks for joining. Good morning to all. So this title actually, actually comes from so a couple of years before. Okay, so in my department I had to give a talk how to write these things, just to give an introduction of these things to the students. And so I was thinking about it, and I realized that it's easy to say what not to do, when do these things, rather than exactly say what to do. So that's why this title, that how you should not do that. എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ എനിക്ക് മലയാളത്തിൽ പറയാലോ. My department I had to give a talk. I don't think there is anybody these things.
is that okay? Introduction of Yeah. these things to the students. അപ്പോൾ So I was ജീവിതത്തിലെ thinking പല about it, കാര്യങ്ങളും and I realized that it's എന്താണ് എക്സാക്ട്ലി എന്ത് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ ചെയ്താലാണ് കാര്യം വൃത്തിയാവുക എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സിവിയും കവർ ലെറ്ററും പ്രസന്റേഷൻ അതൊക്കെ ആ കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ചില കാര്യങ്ങൾ യു ഷുഡ് അവോയ്ഡ്, ആൻഡ് ബൈ അവോയ്ഡിങ് that I think it more or less it will automatically lead to some kind of success. So that's why the title. അപ്പോൾ ഞാനിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. അടുത്തൊരു 45 മിനിറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു സി വി അല്ലെങ്കിൽ ഒരു കവർ ലെറ്റർ റിലേറ്റഡ് സംതിങ്സ്, ഇന്റർവ്യൂസ് ആൻഡ് സോ ഓൺ, എന്തൊക്കെയാണ് പൊതുവെ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്, there are some points. And in between I can also show you examples, okay, so some insider's point of view, okay. So one advantage of being working as a teacher is that you used to see a lot of CVs and cover letters and so on. So maybe so on the course of time I will show you examples of that, and എന്തൊക്കെയാണ് പൊതുവെ so I hope that is okay. So there are 3 parts. Mostly I will concentrate on CV. There are some points, a little bit on cover letter, and in between I can also show you examples. So specifically insider's point of view. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് ടീച്ചർ is that you break that discussion into 3 parts. So maybe എന്തിനാണ് ഈ CV എഴുതുന്നത്, examples of that, and എന്തൊക്കെയാണ് പൊതുവെ എന്താണ് ചെയ്തു കൂടാത്ത, 3 parts എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തത്, ആൻഡ് ദെൻ ഫൈനലി എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ അത് എങ്ങനെയാണ് അതിൽ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് നമുക്ക് സി വിയെ കുറിച്ച് പറയാം. ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. വൈ എന്നുള്ളത് ആദ്യം, ആൻഡ് ദെൻ വാട്ട്, ആൻഡ് ദെൻ ഹൗ ഇറ്റ് ഈസ് ഡൺ. ഓക്കെ. സോ പലപ്പോഴും ഇപ്പോൾ ഒരു നേരിട്ടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ വരുന്നത്, ഐ വുഡ് ലവ് ടു സീ യു ഇൻ പേഴ്സൺ ആൻഡ് ആസ്ക്, ഓക്കെ, എന്തിനാണ് സി വി എഴുതുന്നത്? സി വി നമുക്കറിയാം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരുവിധം എല്ലാ ജോലിക്കും ഏത് ലെവലിലും it's mandatory that you should produce a CV. VC-ക്ക് പോലും ആവശ്യമുള്ള ഒരു സാധനമാണ് സി വി. നമ്മുടെ പല യൂണിവേഴ്സിറ്റികളുടെയും സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ VC-മാരുടെ സി വി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഈ സി വി? അപ്പോൾ ഇതിന് പലപ്പോഴും നമ്മൾ സ്റ്റുഡൻസ് ഒരു സി വി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പർപ്പസ് ഉണ്ടാവില്ല. അതായത് ആദ്യമേ തന്നെ ഓക്കെ എന്നൊരു സി വി ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സി വി ഉണ്ടാക്കി വെച്ചേക്കാം എന്നുള്ളൊരു ധാരണയിൽ ഉണ്ടാക്കി വെക്കും. ദാറ്റ് ഈസ് ഫൈൻ. But you see that you should think about this question. ഇതിൽ വേറെ ഒന്നുമില്ല, ഇതിനെപ്പറ്റി ആലോചിക്കാനാണ്. ഓക്കെ, എന്തിനാണ് നിങ്ങൾക്ക് സി വി, എന്താണ് നിങ്ങൾക്ക് സി വി? എൻ്റെ ഒരു മോർ ഓർ ലെസ് ഒരു ഉത്തരം എന്ന് പറഞ്ഞ ഇതാണ്. സി വിയുടെ പർപ്പസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക്, അതായത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയർക്ക് to give a honest and accurate description of yourself and to point out your suitability for the position. എനിക്ക് തോന്നുന്നത് ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു പർപ്പസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഓരോ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹോണസ്റ്റ് ആയിരിക്കണം, അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം, ആൻഡ് യു ഷുഡ് പോയിന്റ് ഔട്ട് യുവർ സ്യൂട്ടബിലിറ്റി ഫോർ ദ പൊസിഷൻ. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എത്ര ഒരു സി വിയിൽ ഹോണസ്റ്റ് ആയിരിക്കണോ അല്ലെങ്കിൽ കറക്റ്റ് അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ തന്നെ ആയിരിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്രേ ഏരിയ ആണ് അല്ലെ. എന്തിനാണ് ഇത്ര വളരെ സത്യസന്ധമായി കാര്യങ്ങൾ പറയണോ, അതോ കുറച്ചൊക്കെ തള്ളാമോ, കൂട്ടി പറയാമോ, കുറച്ച് പറയാമോ? സോ ദർ ആർ ബൗണ്ടറീസ്. എനിവേ, ഇതാണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു സ്യൂട്ടബിലിറ്റി ഫോർ ദ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് അക്യുറേറ്റ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സി വിയിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കും. വി വിൽ സീ എക്സാമ്പിൾസ് ഓഫ് ദാറ്റ്. ഓക്കെ. സോ ട്രൂത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സി വിയിൽ. അതില്ലെങ്കിൽ പല കുഴപ്പത്തിലും ചെന്ന് ചാടും. അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സീ ദാറ്റ് ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, you might describe yourself as this, and then you will end up real life it will be something else. അപ്പോൾ ഇതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും എങ്ങനെയെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ വേണ്ടിയാണ് the purpose is to somehow get it, which is fine, but then you will end up in the wrong job. So then you will have to lead a life of misery
and then you will find yourself in a position which is not really suitable for you. അതിൻ്റെ ആവശ്യമില്ല വേറൊരു നല്ലൊരു പൊസിഷനിൽ കുറച്ചും കൂടിയൊക്കെ ഹാപ്പി ആയിരിക്കാവുന്ന ഒരു അവസ്ഥയിൽ നിന്നും ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇത് നമ്മളെ തന്നെ കൊണ്ടു ചെന്ന് ചാടിക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടൊരു എന്താ പറയുക, ഒരു അക്യുറേറ്റ് ആൻഡ് ഹോണസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സി വിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ അതാണ് സി വിയുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ മിക്കവാറും ഒരു പ്രൊജക്ട് പൊസിഷൻ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലാബിലേക്ക് അപ്ലൈ ചെയ്യുന്നു. So remember this thing, that the idea of a CV is actually to show the other person. Okay, it should show passively, actively show that you are suitable for this position. Okay, then it's up to them to decide whether to take you or not take you and so on. But this is what the purpose. So that's the why question. Okay, next question is what to include. Okay. So we will divide this into two parts. Okay, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്തൊക്കെയാണ് ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ടത്, ഒന്ന് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറയാം. So I think I have made some 7 points. Okay, and you can think of your own CV and you should see ഇതിൽ ഏതൊക്കെ നിങ്ങളുടെ CV-യിൽ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഓൾ റൈറ്റ്. എന്തൊക്കെയാണ് 7 സാധനങ്ങൾ? ഒന്ന് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളൊരു CV എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം കാണാവുന്നത് അബൌട്ട് മൈസെൽഫ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കാണാറുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾ വായിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. അതായത് ഈ സ്യൂട്ടബിലിറ്റി ഓഫ് ദ പൊസിഷനുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടു കാണും, അല്ലെ? നിങ്ങളുടെ പലരും CV-യിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. ടു വർക്ക് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ആൻഡ് ഡെലിവർ മൈ ബെസ്റ്റ് യൂസിംഗ് ദ സ്കിൽസ് ആൻഡ് നോളജ് ഐ അക്വയർ ഇൻ മൈ ലൈഫ്. I acquired in my life, something. You see that the problem with this kind of generic statement എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. വേറെ ഒന്നല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഒരു നല്ല സെന്റൻസ് ആണെന്ന് പറയുന്നല്ലാതെ ഇയാൾ ഈ പൊസിഷന് സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഒരു സെന്റൻസിൽ റിഫ്ലക്ട് ചെയ്യില്ല. അപ്പൊ പക്ഷെ പലപ്പോഴും നമ്മളൊരു ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതി വെക്കുന്ന ഒരു സാധനമാണ് ഈ വക സാധനങ്ങളൊക്കെ. സോ ആദ്യത്തെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാണ്. സോ യു സീ ദാറ്റ് ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, സംഗതി വളരെ നല്ല ബ്യൂട്ടിഫുൾ സെന്റൻസ് ആണ്, പക്ഷെ യാതൊരു റെലവൻസും ഇല്ല. ഇത്തരം സെന്റൻസുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുക, അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മിക്കവരെയും CV-യിൽ ആദ്യത്തെ ലൈൻ ഇതായിരിക്കും. സോ നമുക്ക് വെട്ടിക്കളഞ്ഞു നോക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ രസമുള്ള കാര്യമാണ്, ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. എനിക്ക് തോന്നുന്ന ഒരുവിധം VC-മാരുടെ CV-യിൽ വരെ കാണാവുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഹാസ് എ പർപ്പസ്. I hereby declare that you see that it's kind of funny. I mean, I used to say that ഇത് പലപ്പോഴും പല CV-യിൽ ഇത് എവിടെ ഉണ്ടാവും അറിയാം. അതായത് ഇങ്ങനെയൊക്കെയാണ്, അതായത് ഒരുപാട് വിവരങ്ങളൊക്കെ ഉണ്ടാവുന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. അമ്മയുടെ പേര് ഇന്നതാണ്, അച്ഛന്റെ പേര് ഇന്നതാണ്, എന്നിട്ട് അത് തൊട്ട് താഴെ വെച്ചിട്ടുണ്ടാവും the above information is true to the best of my knowledge. So you are trolling yourself by saying that. You see that the statement itself is not a problem, but you see that does not serve any purpose. ഒരു ലീഗലി ആവശ്യമില്ല എന്നുള്ള ഒരു സാധാരണ ഇതിൽ ആവശ്യം വരാറുമില്ല. ബൈ ഡിഫോൾട്ട് നിങ്ങൾ CV-യിൽ എഴുതുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. പിന്നെ അതിന്റെ താഴെ മോളി പറഞ്ഞ എല്ലാം സത്യമാണ് എന്ന് സെപ്പറേറ്റ് എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സെന്റൻസും മിക്കവാറും CV-യിലുള്ള ഒരു സാധനമാണ്, ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്. ഓക്കെ, സോ വേറെ എന്തൊക്കെയാണ്? 1, 2, 3 എന്താണ്? ഇറലവന്റ് ഡീറ്റെയിൽസ്. ഇറലവന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ. അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛന്റെ ഹൈറ്റ്, അല്ലെങ്കിൽ അമ്മയുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഐ മീൻ യു സീ ദാറ്റ് ദിസ് ആർ കംപ്ലീറ്റ്ലി ഇറലവന്റ് ഡീറ്റെയിൽസ്. പലരും എന്താണ് 3 അഡ്രസ്, യു സീ ദാറ്റ് ഓൾ ദീസ് ഡീറ്റെയിൽസ് ആർ ഇറലവന്റ്. ഓക്കെ, സോ you avoid that. Caste ഒക്കെ കാരണം I don't know why. Father, mother, and then all sorts of things. So irrelevant details നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്ട്രെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറിക് സ്റ്റേറ്റ്മെന്റ്സ് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും അതിനുണ്ടാവില്ല. ഐ ആം ഹാർഡ് വർക്കിംഗ്, ഈഗർ ടു ലേൺ, ഹൈലി മോട്ടിവേറ്റഡ്. എന്തുകൊണ്ട് ഇത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളത് നമ്മൾ പിന്നീട് പറയും. പക്ഷെ ഈ ജനറിക് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് വെറുതെ കുറച്ച് സ്ഥലം കളയാന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഉണ്ടാവുകയില്ല. ഐ ആം വെരി പാഷനേറ്റ് അബൌട്ട് ദ സബ്ജക്ട്, ഐ ആം വെരി ഹാർഡ് വർക്കിംഗ്. ഇപ്പൊ ഈ വക സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും അല്ല, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് നിങ്ങളൊരു പൊട്ടൻഷ്യൽ
ഒരു എംപ്ലോയർ ആണെന്ന് വിചാരിച്ചു, ഒരാളെ റിക്രൂട്ട് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്. ഈ സെന്റൻസ് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. ഐ എം വെരി ഹാർഡ് വർക്കിംഗ്, ഓക്കെ ഫൈൻ. You see that it does not ring any, any, what is that? I mean, any connection. Okay, we will later see how to say these things in a very well structured manner. അപ്പോൾ ഇതും നിങ്ങളുടെ പലരും സി വിയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്. ഐ എം വെരി ഹാർഡ് വർക്കിംഗ്, ഐ എം വെരി പാഷനേറ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ 1, 2, 3, 4 5 ഇറലവന്റ് അച്ചീവ്മെന്റ്സ്. ഇതൊക്കെ ഇത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ യു സീ ദാറ്റ് എവറി പൊസിഷൻ അഗെയിൻ നമുക്ക് ചിന്തിക്കാവുന്നത് എങ്ങനെയാണ്, ആ പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് എന്തിനു വേണ്ടിയാണ് അപ്ലിക്കേഷൻ, അല്ല ഏത് പൊസിഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് വെക്കേണ്ട കാര്യമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ കാര്യം നിങ്ങൾ ഒരു PhD അപ്ലിക്കേഷൻ സമയത്ത് വെക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് പ്രൈസ് ഇൻ 100 അല്ലേ? പലപ്പോഴും ഇത് ചെയ്യാനുള്ള കാരണം, ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ വിചാരിക്കും CV ഒക്കെ എഴുതിക്കേണ്ടത് ഇത് വളരെ കുറഞ്ഞു പോയല്ലോ, കുറച്ചും കൂടിയൊക്കെ സംഗതികൾ ഇതിൽ വേണം എന്നുള്ളപ്പോൾ നമ്മൾ പരമാവധി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ റാൻഡം ആയിട്ടുള്ള നമ്മുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റീസ്, ഐ മീൻ യു ആഡ് എ ലോട്ട് ഓഫ് തിങ്സ്. പ്രത്യേകിച്ച് ഇത് ഹോബിയിലൊക്കെയാണ് കാണാൻ സാധിക്കും. ഒരു 10-25 ഹോബിയൊക്കെ എഴുതി വയ്ക്കുക, അങ്ങനെ നമുക്ക് കുറച്ച് സ്ഥലം ഫില്ല് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. But you see that again, this does not serve any purpose rather than encouraging to make trolls like this. Okay, so irrelevant achievements, ആവശ്യമില്ല. Okay, what next? Abbreviations. Again, this is abbreviations പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. കാരണം യൂറോപ്പിലുള്ള ഒരാൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ you see that നമ്മുടെ UGC അല്ലെങ്കിൽ NSS വോളണ്ടിയർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അതെന്താ സാധനം എന്നുള്ളത്. അപ്പൊ NSS എന്ന് പറഞ്ഞാൽ പലതും ആവാം അല്ലേ? നായന്മാർക്ക് അത് നായർ സർവീസ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ നാഷണൽ സർവീസ് സ്കീം ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഞാൻ നാളെ കണ്ടിട്ടുണ്ടായിരുന്ന വഴികൾ പോകുമ്പോൾ ഈ കുറ്റി വെച്ചിട്ടുണ്ട്, കുറ്റി നമ്മുടെ ഈ കേരളിനൊക്കെ കുറ്റി അടിക്കുന്ന പോലത്തെ കുറ്റി, അതിന് നമ്മൾ UGC എന്ന് എഴുതിയിട്ടുണ്ട്. UGC ഞാൻ എന്തിനാണ് ഇവിടെ UGCക്ക് എന്താണ് ഇവിടെ ഈ കുറ്റിയടിയിൽ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവര് UGC എന്ന് പറയുന്നത് നമ്മുടെ ഈ കേബിൾ വർക്കേഴ്സിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് ഷോർട്ട് ഫോം ഫോർ അണ്ടർഗ്രൗണ്ട് കേബിൾ, നോട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. അത് പറയാൻ കാരണം ഇപ്പൊ നാസ എന്ന് പറഞ്ഞ ഒരു ഇതെല്ലാം ലോകത്തിൽ എല്ലാവർക്കും അറിയുണ്ടാവും. ഇന്ത്യയിലും ചില ബോഡികളൊക്കെ ISRO എന്ന് പറഞ്ഞാൽ maybe it's a world renowned, so there is no problem. Other than that, when you use abbreviations, you should actually explain what they are. Later I will show you examples how to do it actually. നിങ്ങൾ ഗേറ്റ് എക്സാമിൽ എനിക്ക് ഇത്ര റാങ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ഈസ് നോട്ട് നോൺ, യു ഷുഡ് ബി കെയർഫുൾ. അതായത് ഇത് വായിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവുമോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇംപ്രഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് അബ്രീവിയേഷൻ. ഫോട്ടോ വെക്കണോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. ഫോട്ടോ വെക്കുന്നതുകൊണ്ട് അപകടമൊന്നുമില്ല. ദിസ് ഇസ് നോട്ട് സംതിങ് ടു ബി അവോയ്ഡഡ്. നിങ്ങൾ നല്ലൊരു ചിരിച്ചിരിക്കുന്ന ഫോട്ടോ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല. It's a subjective matter. Okay, I mean you can either put it or you don't put it. പക്ഷെ പുട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം you should be try to be as neutral as possible. നിങ്ങളുടെ എന്താണ് റാൻഡമായിട്ട് പെട്ടെന്നൊരു ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ യോയോ സൈൻ കാണിച്ചിരുന്ന ഫോട്ടോ അല്ലെങ്കിൽ റിലീജിയസ് സിംബൽസ് ഉള്ള ഫോട്ടോ, ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ദോസ് തിങ്സ്. You don't want to create any unnecessary impression that you belong to a certain sect and so on. But I mean you can do that, I mean there is no problem, but then you should not anticipate that the potential employer will see it in the same way as you do. വെക്കാതിരിക്കാം കുഴപ്പമൊന്നുമില്ല. So it's a subjective matter, just avoiding it. So these are the 7 things I would say that you should actually avoid in a CV. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചതാണ്, അല്ല സാർ ഇതിന് ചെറിയ പ്രശ്നമുണ്ട്, അതായത് ഇതൊക്കെ അവോയ്ഡ് ചെയ്താൽ പിന്നെ എൻ്റെ CV-യിൽ വേറെ ഒന്നുമില്ല, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. നോ, ഇറ്റ്സ് നോട്ട് ട്രൂ ആക്ച്വലി. ഐ മീൻസ് എവറിബഡി you have lived so far, which essentially means that you will have stuff to write in your CV. Okay, so okay, അപ്പോൾ എന്താണ് CV-യിൽ ഇതാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്തത്. ഓക്കെ, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. ഇതാണ്. ഓക്കെ, എനിത്തിങ് യു ക്യാൻ പുട്ട് അബ്സല്യൂട്ട്ലി എനിത്തിങ്.
Okay, anything but relevant for the applied position and usually in reverse chronological order. അപ്പോൾ ഈ എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാവാം, എന്തുമാവാം, ബട്ട് ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് ഫോർ ദ അപ്ലൈഡ് പൊസിഷൻ. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ പലപ്പോഴും പല ജോലിക്കും പല യൂണീക്ക് കാര്യങ്ങളായിരിക്കും ആവശ്യം ഉണ്ടാവുക, അല്ലേ? നിങ്ങളുടെ സ്ട്രെങ്ത് വെളിവാക്കുന്ന എന്തും നിങ്ങൾക്ക് ഇവിടെ, അതായത് ആ പൊസിഷന് റെലവൻ്റ് ആയിട്ടുള്ള എന്തും നിങ്ങൾക്ക് ഇവിടെ പറയാം. ഞാൻ പറയാനുള്ള യൂഷ്വൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ ഒരു നൈറ്റ് സെക്യൂരിറ്റിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ you can show as a doctor certificate that you have insomnia. So they are confident that you are not going to sleep anyway. So, they might recruit you. Or you can say whatever. I mean, if you are the son of Ambani, you just wrote, I am the son of Mukesh Ambani. If it is relevant and if it will land you the job or the position. Okay. So anything and absolutely anything, but it should be relevant for the applied position. And the reverse chronological order is the usual way. That is, recent things first, and then in that order. Okay. So anything എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയും സംബന്ധിച്ചിടത്തോളം സാധാരണ ഇതൊക്കെയാണ്. But before that, you better use full name, provide full contact details, and provide your educational details, marks. ഇത് പലപ്പോഴും പലരും എൻട്രി ചെയ്യാത്തൊരു കാര്യമാണ്. മാർക്സ് എൻട്രി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അത് മറ്റേ ആൾക്കൊരു സെൻസ് കൊടുക്കും. അതായത് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, നിങ്ങളൊരു 80% ആളാണോ, ഒരു 90% ആണോ, ജസ്റ്റ് ടു give them an idea of what they are. മറ്റേത് ജസ്റ്റ് BSc എന്ന് പറഞ്ഞാൽ they don't know. Okay, BSc, but what level? അപ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, റിസർച്ച് എക്സ്പീരിയൻസ് ഇറ്റ് നീഡ് നോട്ട് ബി വെരി എക്സ്റ്റെൻസീവ്. ഓക്കെ, ഐ വിൽ ടെൽ യു എക്സാമ്പിൾസ് ലേറ്റർ. ഇപ്പോഴത്തെ കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എബിലിറ്റി ടു യൂസ് സർട്ടൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ ഈ IT-ലൊക്കെ ജോലി ചെയ്യുന്നവർ അവർ CV ഉണ്ടാക്കുമ്പോൾ ഓരോ പൊസിഷനും ഓരോ CV ഉണ്ടാക്കും, ഓരോ ബൈ ഫോക്കസിങ് ഓൺ സർട്ടൻ തിങ്സ്. നിങ്ങൾ കണ്ടു കാണും, സുമേഷ് ജാവ അല്ലെങ്കിൽ സുമേഷ് പൈത്തൺ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അണ്ടർസ്കോർ ചെയ്ത് ഒരുപാട് CV ഒരാൾക്ക് തന്നെ ഉണ്ടാവും. That's because they just want to show you what is relevant for the applied position. Having used certain experimental facilities, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സർട്ടൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചില എക്സ്പെരിമെൻ്റൽ ഫെസിലിറ്റീസിൽ, ഇത് വലിയ വലിയ സംഭവങ്ങളാണെന്നില്ല. നിങ്ങളിപ്പോൾ MSc ലെവലിലാണെങ്കിൽ അവിടെ ചെയ്യുന്ന ലാബിൽ കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒരു CRO വൃത്തിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വളരെ ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ഒരു ലാബിൽ വർക്ക് ചെയ്യാൻ. ഉദാഹരണത്തിന് CROയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നാണെങ്കിൽ, that's a very good thing actually. Okay, having used certain experimental facilities. Okay, നിങ്ങളെ സംബന്ധിച്ചാണ് ഓൺലൈൻ കോഴ്സസ്, എക്സ്ട്രാ കോഴ്സസ്, ഇതിന് ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ എക്സ്ട്രാ കോഴ്സസ് ഒക്കെ ചെയ്യുന്നത് ഇറ്റ് വിൽ ഷോ യു ദാറ്റ് യു ആർ റിയലി ആക്ച്വലി മോട്ടിവേറ്റഡ്. ഓക്കെ, നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്തതല്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ജെന്യുവിൻ ആയിട്ട് താല്പര്യമുണ്ട് ഈ സബ്ജക്റ്റിൽ, അതിനുവേണ്ടി നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫാണ് നിങ്ങൾ, അതിന്റെ പ്രൂഫായിട്ടാണ് വായിക്കുന്ന ഒരാൾ കൺസിഡർ ചെയ്യുക നിങ്ങൾ ഈ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. And what else? Okay, this is very important. Demonstrable ability to work in a team. ഇത് പലപ്പോഴും നമുക്ക് ഇത് എന്തിനാണെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ MSc ലെവൽ വരെയൊക്കെ പലപ്പോഴും നമ്മൾ ടീമിനെ കുറിച്ചൊന്നും അങ്ങനെ പറയുന്നില്ല, അല്ലെ? നമ്മൾ പഠിക്കുന്നു, നമ്മൾ പരീക്ഷ എഴുതുന്നു, നമ്മൾ പാസ്സാവുന്നു, സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കോഴ്സിന് പോകുന്നു. പക്ഷേ MSc ഒക്കെ കഴിഞ്ഞ് ഒരു റിസർച്ച് ലെവൽ അല്ലെങ്കിൽ വേറെ ഏത് ജോലിക്ക് പോകുമ്പോഴും ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളൊരു ഓർഗനൈസേഷന്റെ പാർട്ടായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. സോ ദ ലാസ്റ്റ് തിങ് ദേ വാണ്ട് ഈസ് ടു ടേക്ക് യു ആൻഡ് യു ആർ എ പ്രോബ്ലം ക്രിയേറ്റർ. നിങ്ങളെ എടുത്ത് നിങ്ങളവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കില്ല, അല്ലേ? അപ്പൊ നിങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ, അല്ലേ? സോ എബിലിറ്റി ടു, ഹൗ ഡു യു ഡെമോൺസ്ട്രേറ്റ് എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം, വിൽ ഷോ ലേറ്റർ. അപ്പൊ ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ഒരു റിസർച്ച് പൊസിഷൻ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ജോലിക്കായാലും ഏകദേശം, എസ്പെഷ്യലി റിസർച്ച് പൊസിഷന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലെല്ലാം ഏകദേശം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. There will be additional things, but I think this is the kind of minimum things you will see. എന്തിനാണ് റിസർച്ച് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റൽ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി, അത് റെലവൻ്റ് ആണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ പിന്നെയും, ഒന്ന് നിങ്ങൾക്കിത് അറിയാം, രണ്ടാമത് നിങ്ങളെ പിന്നെയും ഇത് ട്രെയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ്, അല്ലേ, എന്നുള്ള ഒരു ഐഡിയ ആണ് ഇത് കൺവേ ചെയ്യുന്നത്. ഓക്കെ, and certain things convey motivation, other things convey your social skills and so on. ഓക്കെ, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം ഇത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ,
And this is where most of the students actually don't do it properly. And when I was a student, I was also not doing it properly. So how to say things? This is very important. Okay, you might have done wonderful things, but then the way you write may not be reflective. അപ്പോൾ ഈ എങ്ങനെ ഒരു കാര്യം പറയാം എന്നുള്ളത് ഇത്തിരി എന്താ പറയുക ഇത്തിരി ഒരു എക്സ്പീരിയൻസും ട്രെയിനിങ് ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഒരു കാര്യം തന്നെ പല രീതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ പല ഇംപ്രഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ട്വിറ്റർ നമ്മൾ എങ്ങനെയാണ് ഞാനൊരു ലൈറ്റ് ബൾബ് ചേഞ്ച് ചെയ്തിട്ട് ഐ ചേഞ്ച് ലൈറ്റ് ബൾബ് എന്ന് പറയാം അല്ലേ. എൻ്റെ വീട്ടിലൊരു ലൈറ്റ് ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഒരു റെസ്യൂമേ നിങ്ങൾക്ക് അതിനെ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. സിംഗിൾ ഹാൻഡഡ്ലി മാനേജ്ഡ് ദ സക്സസ്ഫുൾ അപ്ഗ്രേഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് ന്യൂ എൻവയോൺമെന്റൽ ഇല്യൂമിനേഷൻ സിസ്റ്റം വിത്ത് 0 cost overruns and 0 safety accidents. മലയാളപ്പുറത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു ബൾബ് മാറ്റിയിട്ടു, അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ പല രീതിയിൽ പറയാം, ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറയാം. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ യു സീ ദാറ്റ് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതി ഇറ്റ് ഗിവ് എൻ ഇംപ്രഷൻ ദാറ്റ് you have done something else. എൻ്റെ ഒരു എക്സാമ്പിൾ ആണിത്. റെസ്യൂമില് you went to Cambridge University. I went to Cambridge University. Yeah, but then I was visiting my sister. See that the way you say stuff is very important. Okay, that's where the impression is created. Okay, but നമ്മുടെ ഇന്നത്തെയൊക്കെ കാലത്താണെങ്കിൽ ഇന്റർനെറ്റിൽ 11 മാസം വെറുതെ ഇരുന്ന് പോസ്റ്റഡ് മീംസ്. Okay, so another way of saying is that gain consensus on numerous controversial topics on a daily basis by creating and publishing relatable examples to the community, raising overall morale. You see that? I mean, these are two extremes of saying it, but you see that the way it is presented actually, for example, the second one, when you say it like that, it's very relevant for a publishing position, right? I mean, if you're applying for an advertised position, I mean, these are just memes I took from internet, but I hope you got the point. Okay, the way you say things is very important. Okay, that's where this is very important. For example, സാധാരണ എങ്ങനെയാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളത് അതിന് കറക്റ്റ് ആവണം. ഉദാഹരണത്തിന്, ഐ ക്യാൻ സേ ദാറ്റ് ഐ എം എ കൈൻഡ് പേഴ്സൺ and you may or may not believe it, but it's much better to give that impression by saying that, okay, I have donated so many rupees for charity. So the second sentence, the one in the black, it gives you the precise idea, okay, a concrete example. Okay, this person is very kind. Okay, so example-ilude, short sentences-ilude, you can say the same thing, which will give a clear idea of why you get the same impression, but a much concrete expression. ഉദാഹരണത്തിന് ഫെമിലിയർ വിത്ത് മാത്തമാറ്റിക്ക, അങ്ങനെയല്ല പറയണ്ട. ഫെമിലിയർ വിത്ത് മാത്തമാറ്റിക്ക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്കായാലും എനിക്കായാലും അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താവാം, ചിലപ്പോൾ മാത്തമാറ്റിക്ക വേറെ ആളെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾ ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കാം. സോ വാട്ട് ഡു വി മീൻ ബൈ ഫെമിലിയർ? It's difficult to get an impression, right? So instead, if you say that I have used Mathematica to solve, I don't know, simple pendulum or compound, whatever example, so and so equations, that gives them a precise idea of the level of your competency. Okay, familiar with Mathematica എന്ന് പറയുന്നതിനേക്കാളും ഒരു 100 മടങ്ങ് ഇഫക്റ്റീവ് ആണ് അത്, because that will give a precise impression, like skills. Okay, I have used UV's visible spectrometer, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്താണ് യൂസ് ചെയ്ത്, നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തതാണോ, അതോ അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സോ യു ഷുഡ് സേ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഷുഡ് സേ ദാറ്റ് ഐ ഹാവ് യൂസ്ഡ് UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ ഫോർ ക്യാരിയിങ് ഔട്ട് സോ ആൻഡ് സോ മെഷർമെന്റ്സ്, സോ ആൻഡ് സോ എക്സ്പെരിമെന്റ്സ്. ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് സ്പേസ്, റൈറ്റ്? ഇറ്റ് വിൽ ടേക്ക് എ ലൈൻ, ബട്ട് എ ലൈൻ ഓർ 2 ലൈൻ, that's you can take that, okay, which will give a very, very clear impression of what you have done. More examples. I have visited this institute or lab, some lab in CUSAT, but instead you can say that I have seen or I have participated in doing so and so experiments in that lab. See that again, the second sentence actually gives a precise impression. Actually മറ്റേനൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹാവ് സീൻ എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടേ ഉള്ളൂ, ഹാവ് പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടുണ്ട് ഇൻ ദിസ് ആൻഡ് ദിസ് എക്സ്പെരിമെന്റ്സ്.
സോ ഒരു പൊട്ടൻഷ്യൽ ഒരു ഗൈഡിനോ അല്ലെങ്കിൽ റിക്രൂട്ടർക്കോ ദാറ്റ് വിൽ ഗീവ് എ ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് ദിസ് പേഴ്സൺ ഈസ് മെയ്ഡ് ഓഫ് ആൻഡ് വാട്ട് ആർ ദിസ് എബിലിറ്റീസ്. അപ്പോൾ ഈ ആദ്യത്തെ റെഡിൽ എഴുതി കഴിക്കാൻ സി ദാറ്റ്സ് എ വേഗ് സെന്റൻസ്. സംഗതി അതിന് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് വെരി വേഗ്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ ക്ലിയർ ഇംപ്രഷൻ. ഓക്കെ, ഫൈനൽ എക്സാമ്പിൾ NSS വോളണ്ടിയർ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വെക്കുന്ന ഒരു സാധനമാണ് NSS വോളണ്ടിയർ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ബട്ട് യു സി ദാറ്റ് ഡസ് നോട്ട് ഗീവ് എ സെൻസ് ഓഫ് ഓക്കെ NSS വോളണ്ടിയർ ആണെന്ന്. എന്താണ്, നിങ്ങൾ മീറ്റിംഗിൽ പോയിട്ട് പങ്കെടുത്താണോ അതോ അതിന്റെ എന്താണ് but instead you can say that you have participated in so and so activities as an NSS volunteer. For example, I have in 2018 flood, I have done this and this. You see that will give a precise impression of what you have done. അപ്പോൾ ഇത് നിങ്ങളുടെ നേരത്തെ പ്രോബ്ലം കുറെ ഒഴിവാക്കും. അതായത് ഈ സിംഗിൾ ആയിട്ടുള്ള NSS വോളണ്ടിയർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിന്റെ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ യു സി ദാറ്റ് യുവർ CV will look much lengthier if that is your problem. എനിവേ, അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഫൈനലി എസ്തെറ്റിക്സ്. ഓക്കെ, ദാറ്റ് യു ക്യാൻ ഡിസൈഡ്, അപ് ടു യു. വായിക്കുന്ന ആൾക്ക് കണ്ടാൽ കണ്ണി പിടിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്. പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, ഒരു ഫൈനൽ സ്പെൽ ചെക്കും ഗ്രാമർ ചെക്കും നടത്തുക. കാരണം ഇംഗ്ലീഷ് നമ്മുടെ പ്രാഥമിക ലാംഗ്വേജ് അല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ എഴുതുമ്പോൾ. ഓക്കെ, സോ ലെറ്റ്സ് അനലൈസ് എ ഫ്യൂ CVs. ഇത് എനിക്ക് പലപ്പോഴായിട്ട് സ്റ്റുഡൻസ്, I mean, we get a lot of CVs. So I'll show you some examples without revealing their names and so on. But then you can analyze it yourself. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആവാത്തത്, എങ്ങനെയാണ് അത് ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CVനെ കുറിച്ച് ചിന്തിച്ച് നോക്കാം, എങ്ങനെയാണ് ഇതൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുക. ഇത് ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് കുറച്ച് നന്നായിട്ട് കാണുന്നത്, ഏതാണ് കുറച്ച് നന്നായിട്ട് കാണാത്തത്. So for example, this is one CV. Okay, let's see. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു സി ദാറ്റ് ദർ ഈസ് ഓൾറെഡി എ കരിയർ ഒബ്ജക്റ്റീവ് ടു വർക്ക് ഇൻ ഡെലിവർ മൈ ബെസ്റ്റ് യൂസിങ് സ്കിൽ. യു സി ദാറ്റ് സെന്റൻസ് പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. MSc ഫിസിക്സ്, BSc ഫിസിക്സ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, ഒരു ഡിക്ലറേഷനും ഉണ്ട്, വേറൊന്നുമില്ല. അപ്പൊ ഈ വേറൊന്നും ഈ സ്റ്റുഡന്റ് ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം? ആയിരിക്കാൻ സാധ്യതയില്ല അല്ലെ. ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു CV കിട്ടിക്കഴിഞ്ഞാൽ യു സി ദാറ്റ് വി കനോട്ട് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഔട്ട് ഓഫ് ഇറ്റ്. അതായത് ഇയാൾ എങ്ങനെയുള്ള ഒരാളാണോ എന്നുള്ളതിനെ പറ്റി ഒരു ഇംപ്രഷനും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അതിനിപ്പോ ഞാൻ വേണമെങ്കിൽ ഈ സ്റ്റുഡന്റിനെ വിളിച്ച് സംസാരിച്ചൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ബട്ട് യു സി ദാറ്റ് ദി CV ഡസ് നോട്ട് ഗിവ് ദാറ്റ്. All I can say is that he is an average student. He has got 77, 81, 80%. He might be better. I don't know. Okay. See that's not. So declaration. അപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കരിക്കുലം വിറ്റ്. ലാംഗ്വേജസ് നോൺ, ഇംഗ്ലീഷും മലയാളം അറിയാം. അഗെയിൻ യു സി ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് യു. ഇംഗ്ലീഷ് അറിയാം, എത്ര കണ്ടറിയാം, അത് നമുക്ക് അറിഞ്ഞൂടാ. Maybe he knows it very well, but you see that does not give the impression. Degree 12th class, 10th class, research experience. He has written a sentence there, or he or she. I am learning basic research principles, logic of research and various techniques during my first year. Whatever, familiar with, you see that, familiar with Mathematica software in learning MATLAB in this semester. Very, you see that that does not give the impression. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ കോമ കഴിഞ്ഞിട്ട് സ്പേസ് ഇടുന്നില്ല എന്നൊക്കെ നമുക്ക് വളരെ ജാറിംഗ് ആയിട്ട് തോന്നും. വായിക്കുന്ന ആൾക്ക് തോന്നുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഇത് വായിക്കുന്ന ആൾക്ക് തോന്നുന്നത് എന്താണ്, ഇയാൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല, ഇയാളത് തട്ടിക്കൂട്ടി പെട്ടെന്ന് എഴുതിയൊരു സാധനമാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇതിലും വേറെ ഇറലവന്റ് ഡീറ്റെയിൽസ്. യു സി ദാറ്റ് ഫാദേഴ്സ് നെയിം, ഐ മീൻ നത്തിങ്. ഐ മീൻ ഫാദേഴ്സ് നെയിം ഇതിൽ വെച്ചുകൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ഷോർട്ട് ടൈം പ്രൊജക്ട് പറഞ്ഞിട്ടുണ്ട്. Actually, this is one interesting thing because he has said ecology project on food preferences in ants. That sounds very, jazzy, good. But you see, there are no details. Ecology project ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് പ്രിഫറൻസ് ഇൻ ആൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് അതിൽ ചെയ്തത്, എങ്ങനെയാണത്, there is no detail. Actually, I will show you how to do it in maybe in another CV. അത് വേണമെങ്കിൽ കുറച്ച് പറയായിരുന്നു. Again, strength നോക്കുക, റാൻഡം സ്ട്രെങ്ത്, റൈറ്റ്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താണ് എൻ്റെ അർത്ഥം? ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എബിലിറ്റി ടു വർക്ക് ആസ് ദ പാർട്ട് ഓഫ് എ ടീം, സെൽഫ് കോൺഫിഡൻസ്. സീ ദാറ്റ് ഇതൊക്കെ എല്ലാവർക്കും എഴുതാവുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഇത് എഴുതിയോണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ
ഉദാഹരണത്തിന് എബിലിറ്റി ടു വർക്ക് ആസ് ദ പാർട്ട് ഓഫ് എ ടീം എന്ന് അയാൾ പറയുന്നുണ്ട്. But you see, it's much better if you actually can show it, in a context. Because you can say that I was a, I don't know, school team player or whatever. I mean, I have a lot of friends. I have 12 friends, or I have 3,000 Facebook friends. That will give you a much better understanding of this person's character and abilities. Okay, and there is declaration which anyway, I mean, does not serve any purpose. Couple of references. Okay, see that how it can be improved. ഉദാഹരണത്തിന് ഈ CV ഇത്രയെങ്കിലും ചെയ്തില്ല, അയാൾക്ക് നേരെ കുറച്ച് ഇതിൽ ആക്ച്വലി നല്ല എലമെന്റ്സ് ഉണ്ട്. മാത്തമാറ്റിക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, മാറ്റ് ലാബ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പ്രൊജക്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ മേ ബി വി ക്യാൻ ആക്ച്വലി ഡെവലപ്പ് ഇറ്റ് ഇൻ ടു എ ഗുഡ് CV. ഓക്കെ, നെക്സ്റ്റ് വൺ. Education and qualification. This is from Kochi University. But you see, that does not give you marks, or grades or whatever. So I don't know what this person's grade is, where he stands. Skills, again, languages, English and Malayalam. I don't know what is the proficiency. Computer programming ഒരു നീണ്ട നിര തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് ഇതൊക്കെ വൃത്തിയായിട്ട് അറിയാമോ, അതോ ഇതിൽ ഏതെങ്കിലും കുറച്ച് നന്നായിട്ട് അറിയാമോ, ഇയാൾ ഇത് എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്? Could have said a lot of things. Familiarity with Origin Pro. Again, you see this sentence. എന്താണ് ഫെമിലിയാരിറ്റി, പരിചയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് യു ഷുഡ് എക്സ്പ്ലെയിൻ. നെറ്റ് ലോഗോ സിമുലേഷൻ, ഗുഡ് കീബോർഡ് സ്കിൽസ്. You see that good keyboard skills. You should have said that you can type 28 words per minute. I don't know, whatever that number is. Interest, philosophy, hobby, electronics, computer programming, music, both classical and classical rock, mathematical puzzles, football. Fine, but you see that again, it's the same mistake again and again. This one is okay. This one is not okay. Why? Because you see that it's okay. Honestly, when you see something like this, how many of you are going to read this in detail? Think about yourself. Not many are, right? You see that CV ഇങ്ങനെ വളരെ വലിയ പാരഗ്രാഫുകൾ എഴുതി വെക്കുന്നത് പൊതുവെ നല്ലതല്ല. I am a graduate who combines textbook studies with practical skills. In achieving this, I have shown myself to be self. You see that these are generic sentences. You might feel good about writing this, but not so good about reading that. I mean, it does not give a proper impression. Okay, I think in final there is some research interest, but then again, you see that it's written in a way that it's too lengthy and too generic. All right, looks much better, this one. Okay, research topic, MSc Physics, BSc Physics, skills, programming, C and Python in there, but again, there are no details. But you see that finally there is some master thesis 2019 where the title is given and there is a sentence which shows what is done in that project. A review on the analytical construction of the phase diagram of the Bose-Hubbard model in an optical lattice for the superfluid and mode phases. You see how it is done actually. That line actually gives me much more information than anything else in the CV. കാരണം അത് വെച്ച് നമുക്ക് ഇയാൾ അറ്റ്ലീസ്റ്റ് എന്താണ് അതിന്റെ ബോസ്-ഹബാർഡ് മോഡലിന്റെ ഫേസ് ഡയഗ്രത്തിന്റെ അനലിറ്റിക്കൽ കൺസ്ട്രക്ഷനെ പറ്റി എന്തെങ്കിലും കുറച്ച് വായിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഐ കൻ ആസ്ക് ഹിം ഡ്യൂറിംഗ് ഇന്റർവ്യൂ ഇഫ് ഇറ്റ് ഈസ് കോൾഡ് ഫോർ ഇന്റർവ്യൂ ആൻഡ് യു കൻ സീ ദാറ്റ്. അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്രൊജക്ടിന്റെ ടൈറ്റിലും ഒരു ലൈനും എന്താണ് അതിൽ ചെയ്തിട്ടുള്ളത്. Okay, let's see, final one. I think this is the final one. Yeah, this is more or less okay. I mean, you can give it almost full marks. Let's see what is good for this one. Education, MSc Physics, overall cumulative grade point average is given, and matriculation. You see that education is okay. Publication, there is a publication. Okay, that looks fantastic. Technical skills. Again, not in detail, but you see that he has given experienced user of Python, beginner level in MATLAB, proficient in Mathematica, expert user of Linux, and that gives at least a good master's thesis title supervisor. And you see that there is a description. That's very important. Okay, the description tells you what he has done in that project. And after that, elective courses. Okay, again, he has described what he has done. And coming to the right side, you see that he has what he has done, right? Graduate aptitude test in engineering. Full form is given, not just GATE. And below that, you see a line which describes what is GATE actually.
a GRE physics type exam to select students in India for PhD and master's position in the prestigious IITs, written by around 16,000 candidates per year. You see that GRE ഈ ഗേറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത GRE കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ് സാധനം എന്നുള്ളത് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. Actually, this is, I think, he applied to Canada. So they are familiar with GRE. So I mean, this is a common technique. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു സീബ്ര കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് എന്നാൽ കഴുത അയാൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അയാൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക സീബ്ര എന്താണെന്നുള്ളത്? നമുക്ക് വരയൻ കഴുത എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം അയാൾക്ക് കഴുത അറിയാം, അതിന് മുകളിൽ വരയിട്ട ഏകദേശം സീബ്രയായി അങ്ങനെ പറഞ്ഞു. സോ യു സീ ദാറ്റ് ദിസ് സെയിം ടെക്നിക്, റൈറ്റ്? ഐ മീൻ you relate gate to something he knows. It also gives you a impression of what exactly this exam is and how good it is and how bad it is or whatever. Okay, so he has done it in that. Presentations, student relevant coursework. What are the relevant courses he has done? Okay, related to whatever he is applying. Conferences and workshop attended. And extracurricular activities. You see that an active volunteer during 2014-16, and he has done what is NSS and so on. അപ്പൊ നേരത്തെ ചെയ്ത ആളുകളുടെ മേ ബി കുറച്ചും കൂടി ഇയാൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് യു സീ ദാറ്റ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി gives you a better impression of okay what this person is about. അയാൾ സ്യൂട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഇത് എഴുതിയ ആളെ കുറിച്ച് this gives a better understanding. Okay, positive or negative, this gives a better understanding. Okay, so that's my final example of a CV. Okay, all right. Finally, this is some point people are confused about CV, resume, biodata. ഇതിൽ എന്താണ് സാധനം? റെസ്യൂമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇറ്റ്സ് എ സമ്മറി, ഇറ്റ്സ് എ പാരഗ്രാഫ് സമ്മറി ഓഫ് നിങ്ങളുടെ എന്താണ് whatever your achievements so far and so on. CV ആണ് നമ്മൾ സാധാരണ എഴുതുന്നത്. ഇറ്റ്സ് കരിക്കുലം വിറ്റേ മീൻസ് കോഴ്സ് ഓഫ് ലൈഫ്. അതായത് നിങ്ങൾ ഏതുവരെ ഇവിടെ എത്തി. അപ്പൊ കോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തൊട്ട് തന്നെ അപ്പൊ നമുക്ക് നമ്മുടെ അങ്ങ് ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതാം ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെയുള്ള CVകളൊക്കെ ഉണ്ട്, നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 3-ാം വയസ്സിലാണ് ഞാൻ മുട്ടിലെഴുതാൻ തുടങ്ങിയത്, അതുകൊണ്ടുള്ള ജീവചരിത്രം മുഴുവൻ ഉണ്ടായിരിക്കും. ഈ ബയോഡാറ്റ എന്ന് പറയുന്നത് പേഴ്സണൽ ബയോഡാറ്റ, ബയോളജിക്കൽ ഡാറ്റ എന്ന് വെച്ചാൽ അതിലാണ് ഈ ഹൈറ്റും വെയിറ്റും ബാക്കി കാര്യങ്ങൾ, അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് കാസ്റ്റ് ഒക്കെ വരുന്നത്. ആക്ച്വലി ഇത് നമ്മൾ വല്ല പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കാണ്ടാക്കുന്ന സാധനമാണ് ഈ ബയോഡാറ്റ. അപ്പം എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇൻവേരിയബിളി വി ആർ ആക്ച്വലി കൺസേൺ വിത്ത് ഓൺലി CV. Sometimes resume, but I don't think you will encounter any situation in which you have to write a resume. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ let me summarize. സോ ഇതാണ് നമ്മൾ ആൻസർ ചെയ്ത 3 ചോദ്യം. ഓക്കെ, CV എന്തിനാണ് എഴുതുന്നത്? നേരത്തെ പറഞ്ഞ പോലെ to indicate a honest, accurate description കൊടുക്കാൻ and to indicate your suitability. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? അവോയ്ഡ് ചെയ്യേണ്ടത് ഒരുവിധം നമുക്ക് ആദ്യം നമ്മൾ ഒരു CV ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. വേറെ കുറേ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഹൗ ടു ഇൻക്ലൂഡ് ദാറ്റ്. ആൻഡ് ആസ് ഐ സെഡ്, ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് പോയിന്റ് ഐറ്റം. ഓക്കെ, ആൻഡ് ദെൻ വേരിയസ് അതർ തിങ്സ്. ഓക്കെ, അപ്പൊ ഇത് CV എഴുതുന്നതിനെ പറ്റിയാണ്. CV എഴുതുന്നത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ തിങ്. CV ഉണ്ടാക്കുക, ഒരു നല്ല CV ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് it is not a one day affair, right? Because CV is the course of life. So it tells you whatever you have, whatever you have done in the past, life. About that is a reflective of your evolution of passion, your passion throughout the years of diligent work on the way to becoming an expert in whatever field. അപ്പോൾ CV-യിൽ എഴുതേണ്ട കാര്യങ്ങൾ നിങ്ങൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടെങ്കിൽ ഒബ്വിയസ്ലി ഒന്നും എഴുതാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യത, ഐ മീൻ the fact that you are already attending this seminar actually shows that you are interested and you have done a lot of things. Maybe it is just a matter of presenting it well, presenting it in a professional manner, so that the person who is reading it will get I won't say good impression, the person will get an accurate impression of who you are. നിങ്ങൾ ഏത് തരം ആളാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള, അത് നിങ്ങൾക്കും ഗുണകരമാണ്, വായിക്കുന്ന ആൾക്കും ഗുണകരമാണ്. കാരണം അവർക്കിത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ പറ്റിയ ആളാണോ. നിങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ബോധം ഉണ്ടാവും. സ്യൂട്ടബിലിറ്റി ഓഫ് പൊസിഷൻ, നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്കും ഒരു അവബോധം ഉണ്ടാവും.
Okay, so that is my first part. Second part was putting faster. So is there any question? No, maybe we'll take that towards the end. Okay. CV അങ്ങനെ റെഡിയായി. രണ്ടാമത്തെ കാര്യം കവർ ലെറ്റർ ആണ്. കവർ ലെറ്റർ എഴുതാൻ ആക്ച്വലി CV-യേക്കാൾ അധികം ഒന്നും എഴുതേണ്ടി വരില്ല. കവർ ലെറ്റർ എഴുതാൻ താരതമ്യേന എളുപ്പമാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മുടെ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. പ്രത്യേകിച്ച് ഒരു BSc ലെവലിലും അല്ലെങ്കിൽ MSc ലെവലിലൊക്കെ പഠിക്കുന്ന സംഭവം ഇത് മുമ്പ് എഴുതിയിട്ടില്ലാത്ത കാരണേ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രശ്നം സംഭവിക്കാം. നമുക്കറിയാത്ത ഒരു ലാംഗ്വേജിൽ എഴുതുമ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാം. കോമൺ ആയിട്ടുള്ള പ്രശ്നം നമ്മൾ വിചാരിച്ചതായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ എഴുതുക. നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടിയായിരിക്കും എഴുതാൻ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ വായിക്കുന്ന ആൾക്ക് പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല. ബട്ട് ദാറ്റ് ഈസ് കോമൺ. ബട്ട് ദാറ്റ് വി ക്യാൻ അവോയ്ഡ്. ഇപ്പൊ കവർ ലെറ്റർ നമ്മൾ എഴുതാൻ സംഗതി വളരെ ഏതാണ്ടൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ ലാംഗ്വേജും സംഗതികളൊക്കെ മാറുന്ന കാരണം വി ആർ ആക്ച്വലി വെരി ടെൻസ്. ഐ എം ഷുവർ ദാറ്റ് ഇപ്പൊ ഞാനൊക്കെ ഒരു MSc സമയത്തൊക്കെ ഞാനൊരു ഇമെയിൽ എഴുതാൻ, ഐ മീൻ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് ടു എ വെരി റെപ്യൂട്ടഡ് പേഴ്സൺ, ഐ വുഡ് സ്പെൻഡ് ഫ്യൂ hours തിങ്കിങ് അബൌട്ട് വാട്ട് ടു റൈറ്റ്. പിന്നെ എഴുതാനിരിക്കുമ്പോൾ അതിലും വലിയ പ്രശ്നമാണ് എന്ത് എഴുതും ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വിടും. അങ്ങനെ സംഭവിക്കാം. ഐ എം ഷുവർ ദാറ്റ് മെനി ഓഫ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് സിമിലർ ഫീലിംഗ്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെയാണ്. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. യു ഹാവ് ടു മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് ദെൻ ലേൺ ഫ്രം ദാറ്റ് മിസ്റ്റേക്സ്. ദർ ഇസ് നോ അതർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ അധികം ചിന്തിച്ചിരിക്കാതെ അത് എഴുതുകയാണ് നല്ലത്. അത് എഴുതി ബെറ്റർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കവർ ലെറ്റർ ഞാൻ എങ്ങനെയാണ് ഒരു നല്ല കവർ ലെറ്റർ, ഒരു കവർ ലെറ്ററിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങളുടെ CV ഒക്കെ വളരെ അത്ര ഇംപ്രസീവ് അല്ലെങ്കിലും ഇഫ് യു ആക്ച്വലി ക്യാൻ റൈറ്റ് എ പ്രോപ്പർ കവർ ലെറ്റർ ആൻഡ് ഇഫ് യു ഹാവ് ദ നെസസറി motivation and so on, a good written cover letter can land you in a good position. At least you will be called for an interview. Okay, I will show you an example of that later, where the person is not that academically brilliant or anything, but a well-written cover letter can do wonders. I'm not saying that you will get a job, but at least you will be called for an interview. Okay, I'll tell you. I mean, you can see why. I mean, later. പക്ഷെ ഒരു നല്ല കവർ ലെറ്ററിന് സാധാരണ ഇതിൽ 3 ഭാഗങ്ങളാണുള്ളത്. 3 പാരഗ്രാഫ് എന്ന് വേണമെങ്കിൽ വിചാരിക്കും. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 സെന്റൻസ് നിങ്ങൾ ആരാണ്, നിങ്ങൾ എഴുതുന്നത് പരിചയത്തിലുള്ള ആൾക്കാരാണല്ലോ എഴുതുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഹു യു ആർ. എസ്പെഷ്യലി ഇഫ് യു ആർ റൈറ്റിംഗ് ടു എ പ്രൊഫസർ ഹു ഈസ് എ കംപ്ലീറ്റ് ടോട്ടൽ സ്ട്രേഞ്ചർ, ഫസ്റ്റ് ലൈൻസ് ഷുഡ് ഗിവ് ദം ഇൻ ഇൻഡിക്കേഷൻ ഓഫ് ആരാണ് ഈ സാധനം എഴുതുന്നത്, എന്തിനാണ് വേണ്ടിയാണ് എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം, എന്താണ് നിങ്ങളും ഈ പൊട്ടൻഷ്യൽ സൂപ്പർവൈസറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടോപ്പിക് ഓഫ് റിസർച്ചുമായിട്ടുള്ള ബന്ധം. മോട്ടിവേഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഫീൽഡിൽ ചെയ്തിട്ടുള്ള ആളാണോ, എന്തിനാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രൊഫസറുടെ അടുത്ത് തന്നെ അപ്ലൈ ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഡീറ്റെയിൽസ്, ലൈക്ക് ഐ വിൽ ടെൽ യു വാട്ട് ആൻഡ് ദെൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന് സൂട്ടബിൾ ആവുന്നത്, ആൻഡ് ദെൻ സം കൺക്ലൂഡിങ് സെന്റൻസസ്. മേ ബി യു ക്യാൻ സേ ദാറ്റ് ദ ലാസ്റ്റ് പോയിന്റ് CV-യിൽ എഴുതിയ ഏകദേശം അതേ കാര്യങ്ങളുടെ ഒരു സമറി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ദീസ് 3 parts വിൽ ബി ദർ. ഇൻവേരിയബിളി ഒരു നല്ല കവർ ലെറ്ററിൽ ഈ 3 കാര്യങ്ങളും ഉണ്ടാവണം. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും ഏകദേശം ഉണ്ടാവുക. അപ്പൊ ഇത് നമുക്ക് വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കവർ ലെറ്റർ വളരെ ശ്രദ്ധിച്ച് എഴുതണം. ഫസ്റ്റ് ഇംപ്രഷൻ യു വിൽ നെവർ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ്. പലപ്പോഴും കവർ ലെറ്റർ വളരെ കെയർലെസ് ആയി എഴുതി കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് എ റിപ്ലൈ. I will tell you why you probably won't get a reply. Okay, so let's see some advice before writing a cover letter. നിങ്ങൾ ആർക്കാണോ എഴുതുന്നത്, ഒരു പ്രൊഫസർക്കാണെങ്കിൽ അയാളുടെ CV, അയാളുടെ പേപ്പേഴ്സ്, അയാൾ എവിടെയാണ് ജീവിക്കുന്നത്, അയാൾ എന്ത് മനുഷ്യനാണെന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇത് പലപ്പോഴും നമ്മൾക്ക് ടെൻഡൻസി ചെയ്യാണ്ട് അവോയ്ഡ് സ്പാമിങ്. ഇത് ഒരേ ലെറ്റർ തന്നെ നമ്മളൊരു 50 പേർക്ക് അയക്കും, പ്രത്യേകിച്ച് ഒരേ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക്. ഇത് വളരെ നമുക്ക് സ്ഥിരം നമ്മുടെ കൊളീഗ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്ന കാരണം അറിയാം. അതായത് ഓരോ പ്രൊഫസർക്കും ഏകദേശം ഒരേ സമയത്ത് തന്നെ ആയിരിക്കും ലെറ്റർ കിട്ടുക. എല്ലാത്തിലും ഒരേ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരേ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂക്ലിയർ ഫിസിക്സ് എഴുതും.
ഇപ്പോൾ വേറൊരു ഫീൽഡാണെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ക്ലാസിക് എന്താ സബ്ജക്റ്റ് മാത്രം. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതായത് നിങ്ങളുടെ കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലവ് ലെറ്റർ പോലെയാണ്. അതായത് ലവ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ലവ് ഓഫ് യു ഫോർ ദ സബ്ജക്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗെറ്റിംഗ് the love letter from the same guy, same whoever, for two different persons. അപ്പം ഞാൻ വളരെ എന്താ പറയുക, ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഡിസ്കസ് ചെയ്യും അവർക്ക് ആരുടെയും എന്നൊക്കെ അപ്ലിക്കേഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അവർ ഈസിലി ദേ വിൽ ഫൈൻഡ് ഔട്ട് ദാറ്റ് യു ഹാവ് സെൻഡ് ദ സെയിം അപ്ലിക്കേഷൻ ടു ഓൾ ദ പീപ്പിൾ, വിച്ച് ഡസ് നോട്ട് ലുക്ക് ഗുഡ്. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്തതിന്റെ ഒരു കാരണം ഇതാണ്. Of course, I'm not going to reply if the same mail is written to me and somebody else. Actually, I reply, but maybe that's a demotivator for replying. Okay, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് ബി പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ. ഇത് എനിക്ക് ഇങ്ങനെ എല്ലാവരും അങ്ങനെയാണ് എഴുതുക, പൊളൈറ്റ്ഫുള്ളും റെസ്പെക്ട്ഫുള്ളും ഒക്കെ ആകണം എന്ന് ആഗ്രഹിച്ചാണ് എഴുതുക. പക്ഷെ എഴുതി വരുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഇംഗ്ലീഷ് ആയത് കാരണം വിചാരിച്ച പോലെ പൊളൈറ്റോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ റെസ്പെക്ട്ഫുൾ ആയിരിക്കോളുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ തപ്പിയെടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ബട്ട് സെന്റൻസസ് ഇൻ ഇംഗ്ലീഷ് യു ഷുഡ് ബി കെയർഫുൾ. ഇറ്റ് മൈറ്റ് സൗണ്ട് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ ഈവൻ ദോ യു മീൻ അതർവൈസ്. അതുപോലെ മെയില് വളരെ മൊബൈലിൽ നിന്നൊക്കെ വളരെ എന്താണ് യാതൊരു ഗ്രാമറോ അല്ലെങ്കിൽ അതിൻ്റെ കോമ കഴിഞ്ഞ സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എഴുതുക. അതെല്ലാം വൃത്തിയായിട്ട് ഷോർട്ട് പാരഗ്രാഫായി തിരിച്ച് എഴുതുക. ഹൈലൈറ്റ് മേജർ അച്ചീവ്മെന്റ്സ് ഇഫ് എനി. ആക്ച്വലി ഈ സി വിയിലും കവർ ലെറ്ററിലും ഇന്റർവ്യൂവിലും ഒക്കെ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാത്തിലും എന്താണ് പറയേണ്ടത്? നമ്മുടെ മേജർ അച്ചീവ്മെന്റ്സ് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയാം, പറയാവുന്നിടത്തോളം പറയുക. 10 സ്ഥലത്ത് പറയണമെങ്കിൽ 10 സ്ഥലത്തും പറയുക. പലപ്പോഴും നമുക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് സി വിയിൽ പറഞ്ഞുകൊണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ പറയുന്നത് നമ്മൾ ചോദിക്കും. നിങ്ങൾ സി വിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾക്കറിയാം, പക്ഷെ അത് വായിക്കുന്ന ആൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ സി വി വായിക്കുമ്പോൾ ഐ നോട്ട് ഗോയിങ് ടു റിമെമ്പർ ഈച്ച് ആൻഡ് എവറിത്തിങ് യു ഹാവ് ഡൺ ആൻഡ് സോ ഓൺ, റൈറ്റ്? സോ മാക്സിമം സ്ഥലത്തും നിങ്ങളുടെ മേജർ അച്ചീവ്മെന്റ്സ് പറയുക. അതുപോലെ സബ്ജക്റ്റും വളരെ കൃത്യമായിട്ട് പറയുക. സബ്ജക്ട് ഒരുവിധം പേരൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്, പക്ഷെ പലപ്പോഴും ഇറ്റ് ലുക്ക് ലൈക്ക് ഫോർവേഡഡ് മെയിൽ ആൻഡ് സം റാൻഡം സബ്ജക്ട് ആൻഡ് സോ ഓൺ. ഓക്കെ, എനിവേ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. ഓക്കെ, എനിക്ക് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. യു ക്യാൻ റീഡ് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് യു ഡിസൈഡ് യുവർ സെൽഫ് വെദർ യു വിൽ ടേക്ക് സച്ച് എ പേഴ്സൺ. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോർവേഡഡ് മെയിൽ. ഓക്കെ, റൈറ്റ്? യു സീ ദാറ്റ് ഇറ്റ് വാസ് ജുനൈദ് ബുഷി സാറിന് അയച്ചാണ്. എനിക്ക് തോന്നുന്നു പുള്ളി റിപ്ലൈ ചെയ്യാത്തപ്പോൾ എനിക്ക് അയച്ചതുകൊണ്ട്. ഐ ആം എ ഫസ്റ്റ് സെമസ്റ്റർ MSc Physics സ്റ്റുഡൻറ് അറ്റ് സോ ആൻഡ് സോ ഇൻസ്റ്റിറ്റ്യൂഷൻ. യു സീ ദാറ്റ് ആഫ്റ്റർ ഡോട്ട് ദർ ഈസ് നോ സ്പേസ്. ആ സ്പേസ് ഇട്ടില്ലെങ്കിൽ കൊണ്ട് പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് വായിക്കുന്ന ആൾക്ക് ഒരു നല്ല ഇംപ്രഷൻ തോന്നുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. As a part of course, I have to do a compulsory research project work. Now you see that is a complete demotivator, right? The person has to do a compulsory research. അയാൾക്ക് ഇത് കമ്പൽസറി ആയിട്ട് ഇതിന്റെ മീനിങ് എന്താണ്? മലയാളത്തിൽ പറഞ്ഞ എങ്ങനെയാണ്? സാർ എനിക്ക് കമ്പൽസറി ആയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യണം, എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ സാർ എടുക്കുക, അങ്ങനെയല്ല അതിന്റെ മീനിങ്. I am very much interested to do my project under your guidance. I believe that it would help me to improve my scientific knowledge and practical skills. ഇത് സംഗതി ഒക്കെയാണ്, പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ MSc കഴിഞ്ഞ് നിങ്ങൾ ഒരു പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നോർമലി യു വിൽ ബി പെയ്ഡ് സം മണി ആൻഡ് സോ ആൻഡ് സോ ഫോർത്ത്. അപ്പൊ നിങ്ങളുടെ സയന്റിഫിക് നോളജ് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നത് നിങ്ങളുടെ പ്രശ്നമാണ്, പ്രൊഫസറുടെ പ്രശ്നമല്ല. പ്രൊഫസറുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് റിസർച്ചിനാണെങ്കിൽ ഒരു ഫണ്ടഡ് റിസർച്ച് ഒക്കെ ആണെങ്കിൽ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സയന്റിഫിക് നോളജ് ഒക്കെ കൂടിയാൽ കൊള്ളാം, ബട്ട് യു സീ ദാറ്റ്സ് നോട്ട് ദ പ്രൈമറി കൺസേൺ. അതായത് നിങ്ങളുടെ സയന്റിഫിക് നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരും പ്രൊജക്ട് എടുക്കില്ല. ഇറ്റ് ഈസ് ഫോർ ദ സേക്ക് ഓഫ് പ്രൊജക്ട്. ഇറ്റ്സ് എ ഹാർഡ് റിയാലിറ്റി. ഐ എം ടെല്ലിംഗ് യു സ്ട്രൈറ്റ് ദിസ്, ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. ഓക്കെ, so if you accept my request, I hereby promise you that I would do my best for the project. It would be a great honor if you accept my request. Therefore, I can clearly you see that it's repeating again and again the same thing. Eagerly waiting for a favorable response. You can decide, whether you will take this person or whether you will actually write, any kind of favorable reply. Unlikely, right? Because there is nothing catchy in that. Regarding summer internship, I mean, it's the same sort of mail. I'm passionate about physics. I want to gain, you see that this, I see this a lot. I want to gain more knowledge in this area. Also, I want to obtain necessary lab skills that would assist my future research. I don't work in lab. Okay, attached here within my CV.
It is my humble request. എനിക്ക് തോന്നുന്നു കുത്ത് കഴിഞ്ഞിട്ട് സ്പേസ് ഇടാത്ത വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എനിവേ, you see that does not sound good. Again, the same. I mean, I'm sure that you might have also written similar mails. I have also written similar mails. Second paragraph. As a part of our syllabus, I have to undertake a project study in the 4th semester in a reputed institution. Okay, that's good. At least, നമ്മളെ സൂചിപ്പിക്കുന്ന reputed institution ആണെന്നൊക്കെ പറയുന്നുണ്ട്. Okay, I had gone through your profile and understood your area of research. I'm not sure that's true. As I am very much interested in acquiring knowledge in physics, I would like to do my project. Okay, anyway. Again, another example. As a part of, I had to do a compulsory research project, right? All right. Do you see that these are similar actually? You see that this is the same, right? Why? Because സാധാരണ അതിൽ സംഭവിക്കാവുന്നതാണ്. ഒരേ ക്ലാസ്സിൽ നിന്നുള്ള രണ്ടുപേര് ഏതാണ്ട് ഒരേ സമയത്ത്, രണ്ടും ജനുവരി 16 തന്നെയാണെന്ന് തോന്നുന്നു, അല്ലെ? മുകളിൽ കാണാൻ സാധിക്കും. ജനുവരി 16 8:41. മറ്റേ ആൾ ജനുവരി 16 8:48. ഫ്രണ്ട്സ് ആയിരിക്കും മിക്കവാറും. രണ്ടുപേരും ഒരേ മെയില് ഒരേ പ്രൊഫസർക്ക് അയച്ചു. Okay, but you don't expect that you will. Don't do this. I mean, if you are serious about whatever you're doing. So this is an example of the final example I have, where you see that it's almost perfect. You can read it to yourself and then decide whether you will give a chance for this person. Okay, I will read it for you. I am a student. I think he is a student in one of the ICERs. About to undertake my 5th year MS project this January under the aegis of whatever. I am largely passionate about studying financial bubbles and its possible indicators and influencing agents from an econo-physics standpoint. ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക്, you see that he says what, where, who he is. Okay, ഞാൻ ആരാണ്. രണ്ടാമത്തെ സെന്റൻസിൽ he shows that he is connected to my area of research. Because I'm interested in financial bubbles and so on, econo-physics things and so on. So you see that it indicates that this is written to me. Okay, this is not written to somebody else in a different area. Okay, so he's actually at least he's somewhat serious about that. And in the second paragraph, you see that in this project, I would like to understand whatever ad hoc news and so on and so forth. That's a brief indication of, okay, he has at least read something about this area and he knows a little bit about this. He has some idea of that area. Okay, and finally, in the final paragraph, I would like to request you to provide your prudent guidance as my supervisor for this project. I have attached my project description and resume. And now you see that finally he said something like this, right? I acknowledge the fact that my BA's GPA is not quite healthy. Actually, I think it was 6 or 7. But I strongly believe that it is not a mandate on my penchant for learning or aptitude. Rather, it was a string of personal and financial troubles that dragged me for a couple of years. Okay. That may or may not be true. We don't know, right? Okay. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 5 എണ്ണത്തിൽ നിങ്ങൾ ആരെ എടുക്കും? ഈ 5 എണ്ണത്തിൽ ഒരാളെയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരാൾക്കാണ് നിങ്ങൾ ഒരു ചാൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കും? ഹാസ് ടു ബി ദിസ് പേഴ്സൺ, റൈറ്റ്? ഓക്കെ, അതായത് ഇതിങ്ങനെ എഴുതിയോണ്ടല്ല, ഇതൊക്കെ സത്യമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഐ മീൻ, മേ ബി ഹി ഗോട്ട് എ പുവർ GPA because he didn't study well. But you see that this at least make us that I might call him for an interview and I might give him a chance to do a project. Actually in this case, I recommended him to do a project somewhere else, but in a very reputed institution in India, and actually he went there. I'm not sure what happened after that, but at least you see that he got one project position in a very decent institution. നമ്മുടെ 3 പോയിന്റ് ഇതിൽ ഏകദേശം വരുന്നുണ്ടല്ലേ. ആദ്യത്തെ പാരഗ്രാഫിൽ ആരാണ് ഞാൻ, എന്താണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം, റിസർച്ച് വൈസ് എന്തായിരിക്കും, and then other things. And you see that he said that his GPA is bad at the end, right? Not at the very beginning. അത് ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ that will give a different impression. Okay, അപ്പോൾ നമ്മൾ ഈ മോശം കാര്യങ്ങൾ ആദ്യമേ പറയുന്ന ഒരു നല്ല ശീലമല്ല. നമ്മൾ വിചാരിക്കുക ഹംബിൾനെസിന്റെ ഒരു, പക്ഷേ you see that works only when you know the person. ഇപ്പോൾ ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മുടെ ടോക്കിലൊക്കെ പലപ്പോഴും ഇങ്ങനെ തുടങ്ങാറുണ്ട് ആളുകൾ. അതായത് എനിക്കിതിനെപ്പറ്റി അറിവൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാറുണ്ട്.
അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ ആളുകൾ വിശ്വസിക്കും നിങ്ങളെ. നിങ്ങളവരെ പറയുമ്പോൾ ഞാൻ ഓക്കെ ഇയാൾക്ക് അറിയില്ല എന്ന് വിശ്വസിക്കും. ഒരു എന്തായാലും വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. ഓക്കെ, ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് വാട്ട് ഇസ് ദാറ്റ്, മുൻധാരണകളുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു നോബൽ ലോറേറ്റ് വന്നിട്ട് ഒരു ടോക്ക് ഇങ്ങനെ തുടങ്ങാണ്. ആരാണ് നോബൽ ലോറേറ്റ്? ഐ ഡോണ്ട് നോ, ഐൻസ്റ്റീൻ വന്നിട്ട് ഇങ്ങനെ ടോക്ക് തുടങ്ങാണ്. എനിക്ക് ഗ്രാവിറ്റിയെ പറ്റി അധികമൊന്നും അറിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലരിച്ചിരിക്കും അല്ലെ, ഒരു തമാശയാണെന്ന് വിചാരിക്കും. നേരെ ഞാൻ വന്നിട്ട് പറയാണ് എനിക്ക് ഗ്രാവിറ്റിയെ പറ്റി അറിവൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നില്ല, നിങ്ങളെ വിശ്വസിക്കും. സംഗതി ശരിയാണെന്ന് വിചാരിക്കും. ശരിയാണ്. ഓക്കെ, യു സീ ദാറ്റ് ഡിപ്പെൻഡ്സ്. സോ ഒരിക്കലും മോശം കാര്യങ്ങൾ അങ്ങനെ ഔട്ട്സെറ്റിൽ തുടങ്ങരുത്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എനിവേ, ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ് ഐ എം ടോക്കിംഗ് അബൌട്ട്. Emphasize your strength on your resume, in your cover letters, and in your interviews and wherever. Okay, emphasize your strength. It's very obvious. It may sound obvious, but you would be surprised how many people simply list everything they have ever done. They don't emphasize what are their strengths. So convey your passion and link your strength to measurable results. Link that to measurable things. Okay, employers and interviewers love concrete data, like the examples. Okay, you are a kind person. Okay, but what is the kind of kindness you have shown? Give me some examples of kindness from your life. ഇത് പലപ്പോഴും ഒബ്വിയസ് ആയിട്ട് തോന്നും, പക്ഷെ പലരും ചെയ്യാത്ത കാര്യമാണ്. അതായത് സി വിയിലും കവർ ലെറ്റർ റെസ്യൂമിലും എല്ലായിടത്തും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അത് പിന്നെയും വിളിച്ചു പറയുക. ഇതാരും ഓർത്തു വെക്കില്ല. സി വിയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കവർ ലെറ്റർ പറയുന്നില്ല എന്ന് വിചാരിക്കരുത്. സി വിയിലുള്ളത് തന്നെയാണ് കവർ ലെറ്ററിലും പറയുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഇന്റർവ്യൂ. അപ്പോൾ ഇത് രണ്ടും സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി മോസ്റ്റ് പ്രോബ്ലി കോൾ ഫോർ എൻ ഇന്റർവ്യൂ. ഇവിടെ നമുക്ക് അടുത്ത പ്രശ്നം വരും. ഇവിടുത്തെ പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വീപ്പാ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വീപ്പാകുമെന്ന് പറയാം, നിങ്ങൾ ആകെ പ്രസിദ്ധിച്ച് തന്നെയാണ്. ടെൽ us about yourself എന്നൊക്കെയുള്ള സാധാരണ ചോദ്യമാണ്. ഇത് എല്ലാവർക്കും അറിയാൻ ചോദിക്കുന്നുള്ളത്. ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്കും അറിയാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കും അറിയാം, ചോദിക്കുന്ന ആൾക്കും അറിയാം. ഇത് സ്ഥിരം ചോദിക്കുന്നു. എന്നിരുന്നാലും ഇതിന് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇന്റർവ്യൂവിന് പോയിരിക്കും. എന്നിട്ട് ടെൽ us about yourself എന്ന് പറഞ്ഞാൽ വി വിൽ സേ സംതിങ് ലൈക്ക് ദിസ്. അൺപ്രിപ്പയർഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ ബ്ലാബർ ആൻഡ് വി വിൽ സേ സംതിങ്, ഐ വാസ് ബോൺ അറ്റ് എ വെരി യങ് ഏജ്. ഐ മീൻ യു സേ സംതിങ് വെരി, അല്ലേ? ആക്ച്വലി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ടെൽ us about yourself. നമുക്ക് ആകപ്പാടെ വൃത്തിയായിട്ട് അറിയാവുന്നത് നമ്മളെ പറ്റിയായിരിക്കും. കാരണം നമ്മുടെ ജീവിതം നമ്മളാണല്ലോ ജീവിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. But then somebody asks, tell us about yourself, then we'll say something stupid. So prepare well in advance for these generic questions. Okay. So how to tackle the interview? I will just have one slide. Okay. Don't freeze. പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നന്നായി സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നിങ്ങൾ മൗനിയായി പോകും ചോദ്യങ്ങൾക്ക്. പക്ഷെ അതിനേക്കാൾ ഉപരി അതങ്ങനെ ആവാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. For example, if somebody asks, tell us about yourself, and you can say by, I don't know, you can interpret that question in your language. Okay, let me then, something like, okay, let me tell about myself, my passions, my education. You see that I'm just rephrasing that question. അതിന് രണ്ട് ഗുണങ്ങളുണ്ട്. റീഫ്രൈസ് ചെയ്യുമ്പോൾ you will get a little bit of time to, നിങ്ങളുടെ മൈൻഡ് പ്രോസസ് ചെയ്യും എന്താണ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ടൈം കിട്ടുന്നു മാത്രമല്ല, അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും പറയും ചെയ്യാം. അത് ഒന്നാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ജനറിക് ക്വസ്റ്റനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കാണാതെ പഠിച്ച് പറയാനല്ല പറയുന്നത്, പക്ഷെ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക. അതായത് എന്തിനാണ് ഈ പൊസിഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തത്? അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് പറയൂ, നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയൂ. ഇതൊക്കെയാണ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 5-6 ക്വസ്റ്റനേ ഉള്ളൂ. ഇത് ചോദിക്കുന്നറിയാം, പക്ഷെ ആരും അതിന് നമ്മൾ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, ബട്ട് യു ഷുഡ് പ്രിപ്പയർ ഫോർ സച്ച് ക്വസ്റ്റ്യൻസ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ പലപ്പോഴും എന്തിനാണ് നിങ്ങൾ ഈ പൊസിഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഒരു ഉത്തരം ഹോണസ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ആക്ച്വലി ഇത് ഇന്റർവ്യൂവിന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, എന്തിനാണ് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് കാരണം? ജെന്യൂൻ ആയിട്ടുള്ള കാരണം. ചിലപ്പോൾ മേ ബി യു ആർ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദ മണി. ദാറ്റ് ഈസ് ഓക്കെ, നോ പ്രോബ്ലം. ഐ വാണ്ട് ടു ഏൺ ഗുഡ് എമൗണ്ട് ഓഫ് മണി ബൈ ഡൂയിങ് സംതിങ് വിച്ച് ഐ നോ. ദാറ്റ്സ് എ ഗുഡ് ആൻസർ ടു that kind of a question. പക്ഷെ അതിന് നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ കാര്യത്തിന് അപ്ലൈ ചെയ്യുന്നതുള്ളത്. അപ്പൊ നിങ്ങൾക്കത് ഗുണകരമാണ്. പലപ്പോഴും ഇന്റർവ്യൂവില് നോളജ് വേണം, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും
കാംനെസ് ഒക്കെയാണ് മാറ്റർ ചെയ്യുക. വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഫ്രീസ് ആയി പോകും. അയാൾക്കൊന്നും പറയാൻ പറ്റില്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റില്ല. നിരവധി അനവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചതായിരുന്നു, നിങ്ങൾ ഡു യു ഹാവ് എനി ലാബ് എക്സ്പീരിയൻസ്? ഹി സെഡ് നോ. വൺ വേർഡ് ആൻസർ, നോ. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി നത്തിങ്. ദെൻ ഹി സെഡ് നോ, അബ്സല്യൂട്ട്ലി നത്തിങ്. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അയാൾക്ക് ഓർമ്മ, ചേടാ ഈ ലാബിലല്ലേ നമ്മൾ ഈ MSc പകുതി സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ലാബ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ ആളെ ആക്ച്വലി പകുതി സമയം സ്പെൻഡ് ചെയ്യുന്നത് ലാബിലാണ് അയാളുടെ കോഴ്സിന്റെ. ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ്സ് ഇൻ ഹിസ് MSc. ചോദിച്ച ആൾ അതാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ലാബിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇയാൾ പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല. യു സീ ദാറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഐദർ യു ആർ ടെൻസ്ഡ് ഓർ യു ആർ. സോ അത് പരമാവധി ഒഴിവാക്കുക. പ്രസൻസ് ഓഫ് മൈൻഡ് നിൽക്കാൻ ശ്രമിക്കുക. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് തിങ്കിങ് ലൗഡ് എന്നാണ്. അതായത് ഉറക്കെ ചിന്തിക്കുക എന്ന് പറയും. പലപ്പോഴും നമ്മൾ ശീലിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ച് ഉത്തരം മാത്രം വിളിച്ചു പറയാനാണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇന്റർവ്യൂവറിന് മനസ്സിലാവില്ല നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണ് ഈ ഉത്തരം പറഞ്ഞത്. ഇതിനും ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് IIT മദ്രാസിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഇന്റർവ്യൂ പോയപ്പോൾ അവരോടൊരു കാര്യം ചോദിച്ചു. അപ്പൊ അതിന്റെ ഉത്തരം ഇവര് 6 കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു നമ്പറാണ് പറയേണ്ടത്, 6 എന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂവർ പറഞ്ഞു തെറ്റാണ്, 4 ആണ്. അപ്പൊ ഇവരാ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. 6 ആണല്ലോ, ഞാൻ കറക്റ്റ് ആയിട്ട് ചിന്തിച്ചിട്ടാണല്ലോ പറഞ്ഞത്. പക്ഷെ അവർ വേറെ ഒന്നും പറഞ്ഞില്ല. ഐ മീൻ സീ ദാറ്റ് ഔട്ട്സൈഡ് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരാൾ ചോദ്യം ചോദിക്കുന്നു, ഒരാൾ 5 മിനിറ്റ് ആലോചിക്കുന്നു, അയാൾ പറയുന്നു 6, മറ്റേ ആൾ പറയുന്നു അല്ല 4 ആണ് ഉത്തരം. കഴിഞ്ഞു, അതിന്റെ പ്രോസസ് അവിടെ കഴിഞ്ഞു. ആക്ച്വലി ഷീ വാസ് റൈറ്റ് and the interviewer was also right. The difference was that somebody was applying periodic boundary condition, whatever it is. I mean സംഗതി രണ്ടുപേരും പറഞ്ഞ സത്യമാണ്, അണ്ടർ 2 ഡിഫറെന്റ് കണ്ടീഷൻ. പക്ഷെ ഈ ചിന്താഗതി ഉറക്കെ വിളിച്ച് പറയാത്ത കാരണം അവർക്ക് മനസ്സിലാവില്ല. ഇയാൾ ഉറക്കെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഇന്റർവ്യൂവറിന് മനസ്സിലാവും, ഓക്കെ ഇയാൾ പറഞ്ഞ ശരിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ യു ഷുഡ് തിങ്ക് ലൗഡ്, മീനിങ് ദാറ്റ് യു ഷുഡ് ഉത്തരം പറയാനല്ല, ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിച്ചേർന്നത് എന്നുള്ളത് നിങ്ങൾ പറയാൻ ശ്രമിക്കണം. എന്താണ് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ് എന്നുള്ളത് പറയാൻ ശ്രമിക്കണം. ഇത് പലപ്പോഴും പലർക്കും മിസ്സായി പോകുന്നതാണ്. ദേ വിൽ ട്രൈ ടു ആൻസർ ഇൻ 1 വേർഡ് ഓർ ഫ്യൂ സെന്റൻസസ് ആൻഡ് സോ. ഓക്കെ, പലപ്പോഴും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ടെൻഷനാണ്. പക്ഷെ അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഇതിന് വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ടാക്കിൾ ദ തേർഡ് പാർട്ട്, ടാക്കിൾ ദ ഇന്റർവ്യൂ. അപ്പോൾ അതെല്ലാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ജോബ്. അതിന് അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ഒരു ഇന്റർവ്യൂ ഫെയിലായി, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ റിപ്ലൈ അയച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ മോശമായിട്ട് ഒരു CV ഒരാൾക്ക് അയച്ചു, ഈവൻ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദീസ് തിങ്സ്, റൈറ്റ്? ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു get that kind of a position only once. You are allowed to fail as many times as you want. But what is important is that you should learn from your mistakes. Okay, you should not make the same mistake 10 years down the line. Then it means that you have not learned anything. Okay, so loss illa. Sometimes you win, sometimes you learn. You learn from your mistakes, and then you improve over the time. And I'm sure that over the years, not just you, I mean all of us can improve and become better, and then well equipped to handle all these things. Okay, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. And I'm happy to listen to you, questions and comments. Hello. Yeah, Sasidevan. Actually നല്ല ഒരു CV എഴുതുന്നത് പോലെയോ, അല്ലെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ നല്ലൊരു കവർ ലെറ്റർ എഴുതുന്നത് പോലെയോ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ടോക്ക് അറ്റൻഡ് ചെയ്ത് അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ വളരെ ധൈര്യത്തോടെ ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. Sure. Yeah. ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്? സർ, എൻ്റെ പേര് സുനീഷ. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, സർ പറഞ്ഞല്ലോ ഐ ആം ട്രൂ ടു മൈസെൽഫ് എന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നോർമലി ഒരു
കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എഴുതിയതിനാണ്. അപ്പോ അതൊരു നോർമൽ ഫോർമാറ്റിൽ വരുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അത് ഒഴിവാക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? You see that this is true to the best of my knowledge. അതാണോ പറഞ്ഞത്? അത് ഒരു അത് എനിക്ക് തോന്നുന്നത് അത് ഈ പണ്ട് നമ്മുടെ ഈ ആചാരങ്ങൾ പോലെ പിന്തുടരുന്ന ഒരു സാധനമാണ്. ഐ മീൻ ഐ തിങ്ക് അത് അതിന്റെ ഒറിജിൻ എനിക്ക് തോന്നുന്നത് പലപ്പോഴും മുൻകാലങ്ങളിൽ എപ്പോഴോ, അതായത് ഇത് ഈ CV ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ മിക്കവാറും ഒരു എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടി അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഒരു മാൻഡേറ്ററി ആയിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ ഇടയിൽ ഒരു സിഗ്നേച്ചർ ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പതിവ് ഏതോ കാലത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു അവശിഷ്ടമാണ് ആ സാധനം. അതിനിപ്പോ ഒരു റെലവൻസ് ഇല്ല. അപ്പൊ അത് ആവശ്യമില്ല. ആവശ്യമുണ്ടെന്ന് ഒരാൾ സംബഡി ആസ്ക് ദാറ്റ് ദെൻ യു ഷുഡ് ഗിവ്. ഉദാഹരണം, ഒരു അമേരിക്കൻ വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഒരു ഭീകരനാണോ എന്നൊക്കെ അവർ ചോദിക്കും. You have to say whatever, or you have to declare that I am not a terrorist, I don't carry out. But that's a legal requirement. Legal requirement ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പക്ഷെ other than that there is no purpose for that in a CV. That's what I said. I mean, just simply delete it. I mean, you don't worry, nothing will lose, nothing will be lost by deleting that. ഞാൻ പറഞ്ഞ പോലെ ഈ അവോയ്ഡ് ചെയ്യുന്ന പല കാര്യങ്ങൾ എന്തിനാണ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഐ മീൻ നോബഡി ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എനി പ്രോബ്ലം. അത് മാത്രം ഇനോക്കിയസ്. പക്ഷെ അങ്ങനെ അതിലുള്ളപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ വെക്കില്ല. ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ആൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല. വായിക്കുന്ന ആൾ എന്തിനാണ് നമ്മൾ വെറുതെ അൺനെസസറി ആയിട്ട് അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കൊടുക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് സീ ദാറ്റ് പീപ്പിൾ ടെൻഡ് ടു ലുക്ക് അറ്റ് ദീസ് തിങ്സ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. CV ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ആരും വായിച്ചു നോക്കില്ല. അപ്പൊ അതിലെ മാക്സിമം അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. സോ അതിനെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. സിംപ്ലി ഡിലീറ്റ് ഇറ്റ് അൺലെസ് ഇറ്റ് ഈസ് എ റിക്വയർമെന്റ് ലീഗലി. ഐ ഡോണ്ട് തിങ്ക് എനിവെയർ ഇറ്റ് ഈസ് എ റിക്വയർമെന്റ് ലീഗലി. ഓക്കെ, ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജാബിർ VM ആണ് ക്വസ്റ്റ്യൻ അയച്ചിരിക്കുന്നത്. തിങ്കിങ് ഓൺ ദ ഫീറ്റ്, തിങ്കിങ് ലൗഡ് എന്ന സ്റ്റേറ്റ്മെന്റിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? Like how we do that? Yeah, I mean, this is a very common strategy. It's not a strategy. I mean, okay, I have not prepared an example, but let me cook up an example. If somebody asks me some question, okay, അതിന് 2 തരത്തിൽ എനിക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് ഇപ്പോൾ 2x3 എത്രയാണെന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു. എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ പറയും 6 എന്ന് പറയും. You see that I can also say that 2x3 means that I have 3 objects taken 2 times, so hence the answer is 6. The second one, I mean, it's the same thing. You see that I am doing this very silly example. പക്ഷെ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയമെടുത്ത് അയാളുടെ ചോദ്യം നമ്മൾ മനസ്സിലാക്കി അതിന് നമ്മളെങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്തത് എന്നുള്ള ആ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ. മേ ബി ഇറ്റ് ഈസ് ട്രിവിയൽ, പക്ഷെ നിങ്ങൾ ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഇയാൾ ഈ പ്രോസസ്സ് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ്. അപ്പൊ അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സയൻസ് ഇന്റർവ്യൂവിൽ പ്രത്യേകിച്ചും ഈ പ്രോസസ്സ് പറഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ദേ വിൽ കറക്റ്റ് ഇറ്റ്. ഓക്കെ, കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ആവശ്യം നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ തന്നെ മിസ്റ്റേക്ക് എവിടെയെങ്കിലും വരുത്തുകയാണെങ്കിൽ ദേ വിൽ കറക്റ്റ് ഇറ്റ്. ദേ വിൽ സീ വെദർ യു ക്യാൻ കറക്റ്റ് ഇറ്റ്. ദേ വിൽ ഗിവ് ഹിന്റ്. അപ്പൊ അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മറ്റേത് നിങ്ങൾ മിണ്ടാതെ ആൻസർ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി യു ഡിഡ് ഇൻ യുവർ മൈൻഡ് ടു ഗെറ്റ് ടു ദിസ് ആൻസർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് തിങ്കിങ് ലൗഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉറക്കെ ചിന്തിക്കുക എന്ന് പറയില്ലേ. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, സോ സംബഡി ആസ്ക്ഡ് യു, ഓക്കെ, ടെൽ മീ വാട്ട് ആർ ദ how do you find what are the energy levels of hydrogen? It's a physics question. I hope at least there are some physics people. Then you can straight away see, give the answer. En equal to n, whatever. You can also say that, okay, you can say something like this. Okay, this is hydrogen atom, so I'm going to write its Hamiltonian, which is of this form. It has kinetic energy, it has potential energy, 2 parts. I put that in the Schrodinger equation and then solve it. And then I will get this. You see that this answer gives a detailed, more detail. It's more detail, it's more content. It shows that you know whatever you're talking. This process, if you mistake, normally the interviewer will help you.
പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളൊരു ആൻസർ വളരെ കറക്റ്റ് ആൻഡ് ഷോർട്ടായിട്ട് ആൻസർ പറയുമ്പോൾ അത് അത്ര ഇഫക്റ്റീവ് ആവില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. സോ തിങ്കിങ് ഓൺ ദ ഫീറ്റ് എന്ന് പറയുന്ന ഇതും ഇത് സാധാരണ എനിക്ക് തോന്നുന്നത് it's not able to teach, but the thing is that it normally works only when you are calm, okay, not works when you are tensed. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് പറയുന്നതിനൊക്കെ വളരെ പാടാണ് ചെയ്യാൻ. കുറച്ച് ടെൻഷനൊന്നും കുഴപ്പമില്ല, നോട്ട് സോ ടെൻസ് ദാറ്റ് you just freeze up. So that's what I mean by thinking on the feet and thinking loud. Especially thinking loud is very important. കാരണം അത് തിങ്കിങ് ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറയും. ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് us in improving our performance. So that's how we do that. I hope that's a reasonable answer to Jabir. Is that okay? Do you have any further? Okay, Jabir. Okay, yes, it is okay. Thank you. ജാബിർ, തിങ്കിങ് ലൗഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ടോക്കിംഗ് ലൗഡും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അതെ, അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇത് പ്രാക്ടീസ് ചെയ്യാൻ, ആക്ച്വലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഈ വക കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ വക ഫോറത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. കാരണം ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ കോൺസിക്വൻസ് ഉണ്ട്, ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. Also, I mean, it's we are not seeing each other, so it's you can say whatever you want. എനിക്ക് തോന്നുന്ന പലപ്പോഴും നമ്മൾ MSc വരെയൊക്കെ നമ്മൾ എന്തിനാണ് പറഞ്ഞ ചോദ്യം ചോദിച്ച് പുലിവാലി പിടിക്കുന്നത്. We will actually, it's easy to not ask questions, right? But if you want to improve on several of these aspects, a good way to start is actually by start asking questions. Okay? It will loosen up your mind. It will actually, inhibition പോയി കിട്ടും. ഒരു നോർമൽ കോൺവെർസേഷനെ പോലെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ പറ്റണം. അപ്പം നമ്മൾ വീട്ടിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു ഇൻഹിബിഷൻ ഉണ്ടാവില്ല, ഒരു സെൽഫ് കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ നമ്മളൊരു റിസർവ്ഡ് ഒന്നും ആയിരിക്കില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കും. അതുപോലെ ഒരു പബ്ലിക് ഫോറത്തിൽ ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ഉത്തരം പറയാനൊക്കെ ഒരു പരിധി വരെ പറ്റണം. എന്നാലേ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് വൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എനി വലിയ എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത് ചോദിക്കരുത്, ചോദ്യം ചോദിക്കുന്നതിനാണ്. ടേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടീസ് സെഷൻ. ഓക്കെ, എനിബഡി എൽസ്? സർ, റെസ്യൂമേ എന്ന് പറയുമ്പോൾ സമ്മറി അതുമായിട്ട് റിലേറ്റഡ് ആണല്ലേ സാറ് പറഞ്ഞത്? അപ്പോൾ അതെങ്ങനെയാ, അത് പാരഗ്രാഫ് പോലെ നമ്മൾ എഴുതുമോ അതോ ഇത് നമ്മൾ CV പോലെ പോയിന്റ് ആയിട്ട് എഴുതണോ? എനിക്ക് തോന്നുന്നത് മോഡേൺ കാലഘട്ടത്തിലെ ഇതിന് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. അതായത് യു ക്യാൻ റൈറ്റ് യുവർ CV, വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക മോഡേൺ രീതിയിൽ ഒരു മീംസ് വെച്ച് വേണമെങ്കിൽ CV ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഐ മീൻ ദ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു പ്രസന്റ് വാട്ട് എവർ യു വാണ്ട് ടു പ്രസന്റ്. എനിക്ക് തോന്നുന്നു അഞ്ജലി MSc ആണോ, സബ്ജക്ട് എന്താണ്? ഫിസിക്സ്. Physics, you will never write a resume. Don't worry. Call it CV. ഇതിനെന്തായാലും ഒരു ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ചില്ല. എനിക്ക് തോന്നുന്നു മാനേജ്മെന്റ് അല്ലെങ്കിൽ അതല്ലാതെ ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. റെസ്യൂം, there is a fine distinction between resume and CV. But you see that in physics and so on, whenever you apply, you just CV. CV is the only thing you should be worried about. Resume is a short, but you see that you will never have to write one. So don't worry about it. ഓക്കെ സർ. ഹലോ സാർ, എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഒരു റിസർച്ചിന് ഇന്റേൺഷിപ്പിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിൽ ഒരു പെർട്ടിക്കുലർ ഇന്റേൺഷിപ്പിന് വേണ്ടിയൊക്കെ ആയിട്ട്? എനിക്കൊന്ന് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാം. അതായത് CV, കവർ ലെറ്റർ, സ്റ്റേറ്റ്മെന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞ ഈ സാധനം, പർപ്പസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ഇതിലെല്ലാത്തിലും ഏകദേശം കണ്ടന്റ് ഒന്ന് തന്നെയായിരിക്കും. അത് പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതുള്ളൂ. ചിലതിൽ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിരിക്കും, ചിലതിൽ ഇത്തിരി അതിന്റെ ഡീറ്റെയിൽസ് കുറയും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷന് വേണ്ടിയാണെങ്കിൽ again it's the same thing, you should show your suitability for that particular thing.
അതിൽ നേരത്തെ പറഞ്ഞ സി വിയിലെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു പാരഗ്രാഫായിട്ട് പറയും. ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന എക്സ്പെരിമെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന എക്സ്പീരിയൻസ് എനിക്കുണ്ട്, and then you have read so and so books, you have read so and so papers, everything related to that. Okay, and then what you would like to do, your own ideas about. പലപ്പോഴും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഡ്വർടൈസ് പൊസിഷൻ ആണെങ്കിൽ പ്രൊജക്ട് എയിം ഒക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു കം അപ്പ് വിത്ത് യുവർ ഓൺ പ്രൊജക്ട്. So these are the things that will go in a statement of purpose. It depends upon what is the length. ചിലർ പറയും ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ്. ഒരു പേജ് ആണെങ്കിൽ അഗൈൻ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ടു 3 പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങളും ഈ പറഞ്ഞ പൊസിഷൻ തമ്മിൽ എങ്ങനെയാണ് സ്യൂട്ടബിൾ ആവുന്നത്, മൂന്നാമത്തിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അങ്ങനെയാണ് സാധാരണ ഇതും എനിക്ക് പറയുന്നതിന് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ച എഴുതി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 10 iterations ബിഫോർ ഇറ്റ് വിൽ റീച്ച് എ റീസണബിൾ ഗുഡ് ഫോം. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ എന്തായാലും അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പം നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ള, നമ്മൾ ആദ്യം എഴുതി വെച്ച് കുറെ കഴിഞ്ഞ് നമ്മൾ നൂണി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുക സുഖമില്ല, നൂണി മാറ്റി എഴുതി. Then you go through it. Of course these things will be ഇതെല്ലാം സി വി, കവർ ലെറ്റർ എല്ലാം തുടങ്ങിയത് കാലങ്ങൾക്കനുസരിച്ച് മാറി വരും. ഇപ്പം ഞാൻ 10 കൊല്ലം മുമ്പ് എഴുതിയ കാര്യങ്ങളായിരിക്കില്ല എനിക്ക് ഇപ്പോൾ എഴുതേണ്ടി വരിക, സ്ട്രെസ് ചെയ്യേണ്ടി വരിക. സോ ദാറ്റ് ഓൾസോ കീപ്സ് ചേഞ്ചിങ്. ഗുഡ് മോർണിംഗ് സർ. ഹായ്. സർ, അതെ, നമ്മൾ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് ബിഗിനറിന് സി വിയിലായാലും റിസർച്ച് എക്സ്പീരിയൻസിലൊക്കെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ഇപ്പോൾ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോഴും സി വിയും അതുപോലെ സ്റ്റേറ്റ്മെന്റ് പേപ്പേഴ്സിലും എല്ലാത്തിലും റിസർച്ച് എക്സ്പീരിയൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്തായാലും അത്രയ്ക്ക് റിസർച്ച് ഒന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിനെ എന്താ ചെയ്യുക? ഞാനൊരു ജനറിക് ആയിട്ടാണ് നേരത്തെ പറഞ്ഞത് റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളത് വെക്കാൻ പറ്റുമെന്നുള്ളത്. So you see that it's not probably applicable to somebody who is in the first year. But even then എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അപ്പോൾ നിങ്ങളൊരു സമ്മർ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിൽ അവിടെ കൂടുതലായിട്ട് നോക്കുന്നത് എത്ര കണ്ടാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ? അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. യു സീ ദാറ്റ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ, ലെറ്റ്സ് സേ ദാറ്റ് സുബിൻ, റൈറ്റ്? സുബിൻ പറയാണ് എനിക്ക് നാനോ ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ എന്ന് പറയാം. So invariably the next question will be like this: okay, you have interest, what have you done about that interest? Have you done anything about it? അതായത് നിങ്ങൾ എന്തെങ്കിലും അതിനെ വായിച്ചിട്ടുണ്ടോ? മേ ബി ഇറ്റ് ഇസ് എ ജനറൽ ആർട്ടിക്കിൾ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേച്ചറിൽ വന്ന ഇന്ന ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. യു സീ ദാറ്റ് അറ്റ് ദാറ്റ് ലെവൽ ഇറ്റ്സ് മോർ അബൌട്ട് യുവർ മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് സോ ഓൺ. എബിലിറ്റി എന്ന് പറയുന്ന അത്ര നിങ്ങൾ ചിലപ്പോൾ ടെക്നിക്കൽ എബിലിറ്റി ആയിട്ടുണ്ടാവില്ല. ആ ഒരു ലെവലിൽ നിങ്ങൾ എടുക്കുന്നത് project it's not a paid position but it's a summer project, so it's mostly based on these things. അത് മാത്രമാണ് ഏക വിഷയം. അപ്പൊ ഇത് മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് മോട്ടിവേഷൻ ഉണ്ട്, അത് ശരിയാണ്, പക്ഷെ അതിനെന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ആക്ച്വലി സേ ദാറ്റ് ഇൻ യുവർ സി വി ആൻഡ് ഇൻ യുവർ അതർ. ഇത് രണ്ടാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. മോട്ടിവേഷൻ എന്ന് പറയുന്നതും ആ മോട്ടിവേഷനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് രണ്ടാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ വരെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഇൻ ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇൻ മൈ CV at that point of time. But of course the question is, okay, you have interest, but what have you done about it? Have you done sufficient? Anything? Obviously not, right? You see that there's a difference between having a certain interest and having done something for that. So you should demonstrate that. You should be able to demonstrate that using. That shows you that you have sufficient motivation. Maybe at your level it may be some simple experiment which you have done outside your regular BSc. പല എല്ലാവരും നോക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ റെഗുലർ കോഴ്സ്, ഓക്കെ, അതിനപ്പുറം നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതർവൈസ് ഇറ്റ് ബി ലൈക്ക് നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരേ CV തന്നെ ആയിരിക്കില്ലേ? വ്യത്യാസം വരുന്ന എവിടെയാണ്? വ്യത്യാസം വരുന്നത് ഈ കാര്യത്തിലാണ്. വാട്ട് ഹാവ് യു ഡൺ ഔട്ട്സൈഡ് ഇറ്റ് ഫോർ റിഗാർഡിങ് ദാറ്റ് ഇൻട്രസ്റ്റ്? ഹൈ സുബിൻ. ഓക്കെ സർ, താങ്ക് യു.
Have you learned anything? Have you done any online short courses? So വീഡിയോസ് കണ്ടിട്ട് എന്ത് വേണമെങ്കിൽ എഴുതാം. ഉദാഹരണത്തിന് ഞാനൊരു 2 hour ഇന്ന വീഡിയോ കണ്ടിട്ടുണ്ട്, അതിൽ ഇന്ന കാര്യങ്ങൾ എന്നെ ഹഠാത് ആകർഷിച്ചു. അതിന്റെ എന്താണ് നിങ്ങളെ ആകർഷിച്ചത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ലെവലിൽ, ഫസ്റ്റ് ലെവൽ, ഒരു ഡിഗ്രി ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ. ഓഫ് കോഴ്സ് when it comes to MSc and after PhD, then slowly you more things like research experience and ability to use certain software, experimental setup, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയി വരും. കുറേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് റിസർച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കും, അല്ലേ? ഇപ്പം എന്നോട് ഞാനിപ്പോൾ ഇവ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോരാ എന്ന് പറയും, അല്ലേ? നിങ്ങൾ എന്താണ് റിസർച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുക. They won't ask you what kind of okay. You see that it keeps changing. But at the very bottom level, it's motivation, and that's what matters. All right. Any other comments, points? Hello, sir. Hi. Yeah. സർ, ചെറിയ ഡൗട്ടാണ്. അതായത് ഈ CV പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണ്ട് സൈസ് എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഫോണ്ട് സൈസ് ഐഡിയൽ ആയിട്ട് ഫോണ്ട് സൈസ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫോണ്ട് സൈസ് CV പ്രിന്റ് ചെയ്യുന്ന ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് ഇപ്പൊ CV നമ്മളിപ്പോ ഒരു പേപ്പർ എടുത്ത് 2 സൈഡിലും പ്രിന്റ് ചെയ്യാമോ, അല്ല ഇങ്ങനെ 1 സൈഡ് മാത്രമായിരിക്കണോ? അതിനകത്ത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് ഡൗട്ട്സ്, അതിനെ കുറിച്ച്. CV എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും പ്രിന്റ് എടുക്കേണ്ട ആവശ്യം വരാറില്ല. മിക്കവരും സ്ക്രീൻ, അൺലെസ് നിങ്ങളൊരു ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നുണ്ടോ? ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി CV പ്രിന്റ് എടുക്കേണ്ട ആവശ്യം വന്നുണ്ടോ? അങ്ങനെ കാര്യമായിട്ട് വന്നില്ല സർ, ജസ്റ്റ് ചോദിച്ചു. അത് വരൂല, കാരണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. പ്രിന്റ് എടുക്കേണ്ടി വന്നാൽ തന്നെയും സ്ക്രീനിലെ ഫോണ്ടാണ് സാധാരണ. സോ സ്ക്രീനിൽ അത് കൃത്യമായി വൃത്തിയായി കാണുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സോ ദാറ്റ്സ് വൈ യു ക്യാൻ ആഡ് കളർ ഇൻ യുവർ CV. ഓക്കെ, ഹെഡിങ്സിന് കളർ കൊടുക്കാം, അല്ലെങ്കിൽ പിക്ചർ തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അല്ല, വേറെ ഇൻഡിക്കേറ്റീവ് ഓഫ് വാട്ട് എവർ യു ഹാവ് ഡൺ. I have seen a CV in which everything he has done is explained using diagrams. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. സ്ക്രീനിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. സോ സ്ക്രീനിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിന് ടെക്നിക്കലായിട്ട് ആകെ പറയാനുള്ള എന്താണ്, 2 തരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. അതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെരീഫ് ആൻഡ് സാൻസ് സെരീഫ്. സ്ക്രീനിൽ സാൻസ് സെരീഫാണ് കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണുക. പക്ഷേ സാധാരണ പ്രിന്റിൽ സെരീഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അടിയിലൊരു ചെറിയ വര ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച കാണിക്കും. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ, ഗൂഗിൾ സ്ക്രീനിൽ യു സി ദാറ്റ് ജൂലിയറ്റ് ബിജു, ഐ എന്ന് പറയുന്നതിൻ്റെ മുകളിലും അവിടെ ഇതില്ല, സെരീഫ് ഉണ്ടാവില്ല, ചെറിയ കുനിപ്പ്, അല്ലേ? അങ്ങനെ ഇല്ലാത്ത ഫോണ്ടുകളാണ് സ്ക്രീനിൽ കാണാൻ ഭംഗി. പ്രിന്റിൽ നേരെ തിരിച്ചാണ്. പ്രിന്റിൽ ടൈംസ് ന്യൂ റോമൻ പോലുള്ള സെരീഫുള്ള ഫോണ്ടുകൾ ആണ് കാണാൻ ഭംഗി. അതൊക്കെ ഫൈനർ ഡീറ്റെയിൽസ് ആണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും മാറ്റർ ചെയ്യില്ല. അതായത് യു സി ദാറ്റ് ഇൻ ദ എൻഡ് ദ പേഴ്സൺ ഹു ഈസ് റീഡിങ്, നിങ്ങളത് വളരെ കാര്യമായിട്ട് എഴുതും. പക്ഷേ യു സി ദാറ്റ് ആസ് എ പൊട്ടൻഷ്യൽ റിക്രൂട്ടർ, I don't think people will care about that. I mean, it's more about content and ഫോണ്ട് മാറിപ്പോയതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ സർ. പിന്നെ സർ അച്ചീവ്മെന്റ്സിന്റെ പറഞ്ഞില്ല, വേണ്ടാത്ത അച്ചീവ്മെന്റ്സ് ഒക്കെ ഒന്ന് എഴുതണ്ടാകും. അപ്പം ഒരു MSc സ്റ്റുഡന്റ് എന്ന നിലയിൽ 10th 12th എല്ലാം അച്ചീവ്മെന്റ്സ് എഴുതുന്നത് റെലവെന്റ് ആയിരിക്കും, അല്ല? അതായത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാർക്ക് പൊതുവെ റെലവെന്റ് ആണ് കരിക്കുലത്തില്. കാരണം ഇറ്റ് ഷോസ് ദ കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ്. അതായത് നിങ്ങളൊരു ഏകദേശം ഒരേ ലെവൽ. ബാക്കിയുള്ള എന്താ മാർക്ക് അല്ലാണ്ട് അതായത് അനുകൃഷ്ണ, അതിന്റെ ഒരു ബ്ലാങ്കറ്റ് ആൻസർ പറയാൻ പാടാണ്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രൈമറി സ്കൂളിൽ PT ടീച്ചറുടെ പൊസിഷനാണ് വിചാരിച്ചു. സോ യു ക്യാൻ സേ ദാറ്റ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള സകല മത്സരങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ നടത്തിപ്പുകാരനും ബക്കറ്റിൽ വെള്ളം ചുമന്നതൊക്കെ ഞാനായിരുന്നു എന്ന് പറയുന്നത് ഒരു റെലവെന്റ് ആണ്. ബട്ട് മേ ബി നോട്ട് ഫോർ സം അതർ പൊസിഷൻസ്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ. പൊതുവേ നിങ്ങൾ റിസർച്ച് പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് റെലവെന്റ് ദാറ്റ് വെദർ യു ആക്ച്വലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ 10th സ്റ്റാൻഡേർഡ് സ്കൂൾ റേസ്.
ഓക്കെ സർ, താങ്ക് യു സർ. അത് വെച്ചുകൊണ്ട് അപകടമൊന്നുമില്ല, പക്ഷേ വൈ വേസ്റ്റ് അൺനെസസറി സ്പേസ്? ഹലോ സർ. ഹായ്, യാ. ഹലോ, എൻ്റെ പേര് അന്വയ എന്നാണ് സർ. ഞാൻ MSc സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ വെബിനാർസൊക്കെ ഓൺലൈനായിട്ട് വെബിനാർസൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് CV-നകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലേ? Yeah, I mean, yeah, you can actually. I mean, these are additional things. I mean, they don't carry any special weightage. It's kind of supporting, ഓക്കെ സർ. അപ്പോൾ നമുക്കതിനൊരു പ്രൂഫായിട്ടൊരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വെച്ചുകൂടൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൊസിഷൻ, ദിസ് ഇസ് നോട്ട് ലൈക്ക് നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് പ്രൂഫ് ഫോർ ദാറ്റ്. കാരണം CV എന്ന് പറയുന്ന ഒരു ജനറൽ ഔട്ട്ലൈൻ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഐ മീൻസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ആർ പുട്ടിങ് സ്റ്റഫ് വിച്ച് യു ഹാവ് ഡൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ all things are assumed to be correct. അപ്പം അതിന് പ്രൂഫ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. Because I can ask that, okay, you seen, CV-യിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്താണ് നിങ്ങൾ ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് കിട്ടിയ അറിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ then you will have to say. പ്രസന്റേഷൻ സ്കിൽസ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രസന്റേഷൻ സ്കിൽസ് പറയാം, ഞാൻ ഇത്രയും പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന you can also give samples of that presentation if it is asked for. CV ഒക്കെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു ഇന്റർവ്യൂ സ്റ്റേജിൽ ചിലപ്പോൾ CV-നെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. You said that you are expert in Python. Okay, tell me something about Python. So you see that this leads to further questions. Okay, thank you sir. ഹലോ സർ. ഹായ്, യാ. ഇപ്പം സാറ് പറഞ്ഞല്ലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ അഡീഷണൽ കോഴ്സസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മെൻഷൻ ചെയ്യാന്ന്. ഇപ്പം സപ്പോസ് ഇപ്പൊ നമ്മള് സ്വയം എഫേർട്ട് എടുത്തിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മള് കോസ്മോളജിയിലെ പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ സ്വയം ബുക്കൊക്കെ വായിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സപ്പോസ് ബ്ലാക്ക് ഹോൾ തെർമോഡൈനാമിക്സിൽ നമ്മളൊരു മാസ്റ്ററിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതുമ്പോ സെൽഫ് സ്റ്റഡി എന്നുള്ള വാക്കിനെക്കാട്ടി നന്നായിട്ട് വേറെ ഏതെങ്കിലും വാക്ക് വെച്ചതിനെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. I think somebody else, Shifana is mute actually. ഷിഫാന കേൾക്കാമെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? വേറെ എന്തായിരുന്നു ചോദിച്ചത്? സെൽഫ് സ്റ്റഡിക്ക് പകരം വെക്കാവുന്ന വാക്കാണോ ചോദിച്ചത്? യു ക്യാൻ സെർച്ച് ഗൂഗിൾ സിനോണിംസ്, but you can say whatever you have done. I mean, normally it is like textbook reading aanengil, for example, you can say that I have solved all problems in this textbook, or I have read this particular book and related material, and you can actually, if you have if you have a summary of whatever you have done, you can attach that. I mean, there are several ways to do it. Is that what you meant, Jabir? Yeah, that's fine sir. Thank you. സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പഠിച്ചത്, നിങ്ങൾ സ്വയം ചിന്തിച്ച കാര്യങ്ങളാണെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് ഹാവ് you should have written something, I don't know, some document. More questions? No? ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ചില റിസർച്ച് സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണുമ്പോഴേ ഈ പല സ്ഥലത്തുനിന്നും കോപ്പി ചെയ്തതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ചില ഇൻട്രൊഡക്ടറി പാർട്ടുകളൊക്കെ, അതായത് ഇപ്പോൾ ഗ്രാവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാവിറ്റി ഈസ് എ സംതിങ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻട്രൊഡക്ടറി കാര്യമാണ്, അത് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് എഴുതാം. അത് എത്രത്തോളം അത് എത്തിക്കലാണ്, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പാടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അത് അലൗഡ് ആണ് എന്ന് പറയാൻ പറ്റും? ഇൻട്രൊഡക്ടറി ചെയ്ത കാര്യങ്ങളല്ല, ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. Okay. So if it is in a statement like research statement ആണെങ്കിൽ it's absolutely not you should not do that. I mean, no place for copying. അങ്ങനെ ചെയ്യാം, കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ you have to put it in quotation and give the reference.
അതല്ലാതെ അത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഈസി വേ ആണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു ഈസി റൂട്ട് എടുക്കും. അതായത് ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റി ഇപ്പോൾ എന്താണ് അതിനെപ്പറ്റി ഞാൻ എഴുതുന്നതൊക്കെ നല്ലതായിട്ട് പലരും എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ സെന്റൻസ് അതുപോലെ എടുത്ത് വെക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ടറി സെന്റൻസുകൾ. പക്ഷെ അത് ഒഴിവാക്കണം നല്ലത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ സ്വയം ആലോചിച്ച് നിങ്ങൾ തന്നെ എഴുതുക എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻ. അതല്ലെങ്കിൽ ഇങ്ങനത്തെ സെന്റൻസ് വെക്കുമ്പോൾ യു ഷുഡ് കോട്ട്. അങ്ങനെ അല്ലാത്തല്ല കാരണം ഇപ്പൊ ന്യൂട്ടൺസ് ലോ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഐ മീൻ ഓൾ ദീസ് തിങ്സ് അതർ ദാൻ ദാറ്റ് either give in quotations or avoid it altogether. It's an absolute no. കാരണം അത് ഈസിലി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഇത് എവിടുന്നാണ് എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ. അതും ആക്ച്വലി ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആക്ച്വലി വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇയാൾ സ്വന്തമായി എഴുതിയതല്ല, അതുകൊണ്ട് ഇയാളുടെ ഒറിജിനാലിറ്റി ക്വസ്റ്റ്യനബിൾ ആണ് എന്നുള്ളത് അതാണ് കിട്ടുന്ന ഇംപ്രഷൻ. If you want to avoid it, don't do it. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പല എന്താ പറയുക ഈ ഗ്രാമർലി ഒക്കെ പോലെയുള്ള ചില ഗ്രാമർ ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ പ്ലാജറിസം ചെക്ക് ചെയ്യാനൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ, അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കമന്റ് എന്താണ്? ഇത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രാമർലി ഒരു വളരെ നല്ല ടൂളാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം നൽകിയതാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മീനിങ് മാറിപ്പോവും, സയൻസിൽ പ്രത്യേകിച്ചും. കാരണം ഗ്രാമറിലേക്ക് സയൻസ് അത്ര പഥ്യമല്ല. അതായത് ചില വേർഡുകളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ സംഗതി തന്നെ മാറിപ്പോകും. പക്ഷെ അത്തരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇത് നിങ്ങളൊരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് എഴുതിയതിനു ശേഷം ഇത് കുറച്ചൊക്കെ അറിയാവുന്ന ആർക്കെങ്കിലും കൊടുത്ത് കറക്റ്റ് ചെയ്യിച്ച് നല്ലൊരു ഫോമിലാക്കിയതിന് ശേഷം യൂസ് ടൂൾസ്. എനിക്ക് തോന്നുന്നു ഈ CV ഒക്കെ എഴുതുന്ന അതിനൊക്കെ നല്ലത് നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് കൊടുത്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. റിസർച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഗൈൻ യു ക്യാൻ അപ്രോച്ച് യുവർ ടീച്ചേഴ്സ് ആൻഡ് ദെൻ ഫൈനലി പുട്ട് ഇറ്റ് ഇൻ ഗ്രാമർലി ഓർ സം ഓഫ് ദ സോഫ്റ്റ്വെയർ ആൻഡ് സോ ഓൺ. സാധ്യമായ എല്ലാ ഹെൽപ്പും തേടാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us thank ശശിദേവൻ for the wonderful talk and inspiring talk. ശശിദേവൻ വളരെ നല്ല ടോക്കായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള CV-യോ അല്ലെങ്കിൽ കവർ ലെറ്ററോ ഇമെയിൽസ് ഒക്കെ ഒന്നും കൂടി നമ്മളൊന്ന് മനസ്സിലൂടെ പോയിട്ടുണ്ടാവും, എന്തൊക്കെ തെറ്റുകൾ വരുത്തി എന്നുള്ളതൊക്കെ ഈ ടോക്ക് കേട്ടതിന് ശേഷം അതൊക്കെ ഒന്ന് മനസ്സിലൂടെ ഒന്നും കൂടെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പ്രൊജക്ട്സിനോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ അവരുടെ CV ഒക്കെ ഒന്നും കൂടി ഒന്ന് ഈ ഒരു ടോക്ക് കേട്ടതനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിയതനുസരിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പല ട്രെയിനിങ് പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ടോക്കുകളും നമ്മൾ KTPIയുടെ ഭാഗമായിട്ട് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ അതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ചും സ്പീക്കറായിട്ടുള്ള ശശിദേവൻ സാറിനും വളരെയധികം നന്ദി. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. വണ്ടർഫുൾ ടോക്ക്. അപ്പോൾ നമുക്ക് പിരിഞ്ഞാലോ, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ MSc പ്രൊജക്റ്റ് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഇതിൽ പലരും അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ വരും. ഈ വീക്കോ അടുത്ത വീക്കോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 25ഓളം സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.